हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേശൻ की जय ഗുരുവായൂർ മഞ്ജരീസിന്റെ മഹാഭാരത കഥയിലേക്ക് അല്ല നമ്മുടെ ഒരു മാസമാണ് പിതൃക്കളുടെ ഒരു ദിവസം കേട്ടോ. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. ഇവിടെ ഇരുന്ന് ഒരു പഴയ ചുരിദാർ എടുത്ത് എത്തുന്നേ ഉള്ളൂ. അയ്യോ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോങ്സ് ആണ്. പിന്നെ വേറെന്താ നമ്മൾ പറയാറ്, ദിവസവും ഒരു 5 മിനിറ്റ് നമ്മുടെ കുടുംബത്തിൻ്റെ ടോക്ക് അല്ലേ. ഇന്ന് ദീപാചന്ദ്രൻ മാതാജിയുടെ മോൻ വന്നിരുന്നു. നല്ല മോൻ. അവന് എന്നോട് ഇവിടുന്ന് പറഞ്ഞു, ഞാൻ വേഗം ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോവാന്ന്. അല്ലെങ്കിൽ മാതാജി എന്നെ തിന്നിപ്പിച്ചൊരു വഴിയാക്കുമെന്ന്. ഒരു ചെറിയ പീസ് ഒരൊറ്റ ചിരട്ടപ്പൂട്ടാണ് കഴിച്ചത്. 2 എണ്ണം കഴിക്കു കുഞ്ഞാ, 2 എണ്ണം കഴിക്കു കുഞ്ഞാ എന്ന് പറഞ്ഞിട്ട് അവൻ കഴിക്കാൻ നിൽക്കുന്നില്ല. വേണ്ട മാതാജി, ഇത് മതി ഇത് മതി ഇത് മതി ഇത് മറ്റൊരു ഒരൊറ്റ ഒന്നാ തിന്നത്. എന്നിട്ട് പാവം കുട്ടി ആദ്യമായിട്ടാണ് ചെന്നൈയിൽ വന്നത്. ഇതെന്നും ഉണ്ട്, മൂകാംബികയിൽ പോയി വന്നപ്പോൾ മുതലുണ്ട്. പിന്നെ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും? നാളെ നെയ്വിളക്ക് കത്തിക്കാൻ പറ്റില്ല മാതാജി, കാരണം ഓൾറെഡി ഒരാളുടെ നെയ്വിളക്ക് ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അതൊന്ന് കത്തി തീർന്നിട്ട് വേണം ഒഴിക്കാൻ. ഞാൻ ഒഴിച്ചോളാം. ഒഴിക്കുമ്പോൾ ഞാൻ മാതാജിക്ക് ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. ചെന്നൈയിൽ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റേതായ കുറച്ച് ഓഫ് ചെയ്യാം, അതിൻ്റേതായ കുറച്ച് അസ്ഥിതകളൊക്കെ ഉണ്ടാവും ഇവിടെ. ലീലാമണി മാതാജി, ഉഷ മാതാജി, സൂപ്പർ. അവൻ ജിമ്മിൽ പോകുന്നുണ്ടോ? അത് ശരി. ഞാനിങ്ങനെ അവനോട് സഞ്ജൂട്ടനോട് എന്ന പോലെ കുഞ്ഞ് അതെടുത്ത് വെക്കി ഇതെടുത്ത് വെക്കി എന്നപ്പോൾ എന്നോട് മാതാജി എനിക്ക് 24 വയസ്സായി മാതാജി. ഞാൻ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല, നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ പാവം പോയി. മോനോട് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മക്കളെ വിളിക്കണ നമ്പറൊക്കെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുവിട്ട് അവിടെ ഹോസ്റ്റലിൽ അവർ താമസിക്കുന്നത് അവിടെ കൊണ്ട് ഇരുത്തി കൊടുത്തിട്ടാണ് വന്നത്. ആള് ഹാപ്പിയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചെന്നൈയിലേക്ക് ആര് വരുന്നുണ്ടെങ്കിലും ഇങ്ങോട്ട് പോരെ, നമ്മുടെ ഫ്ലാറ്റിലേക്ക്. ഇവിടെ പരിമിതമായ സൗകര്യങ്ങളിൽ കുളിക്കാം, കഴിക്കാം, വേണമെങ്കിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ലീലാമണി മാതാജി ഗുജറാത്തിലെത്തിയോ? സൂപ്പർ. പാവം മാതാജിയുടെ ഹസ്ബൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാറിന് നല്ല ഭക്തൻ. മാതാജിനെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇല്ലയെന്നല്ല. അവരുടെ വിവാഹ വാർഷികമായിരുന്നു നമ്മുടെ തിരുപ്പതി യാത്രയിൽ. എന്താ പറയുക, ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പെട്ടെന്നായിരുന്നു അറിഞ്ഞത്. പക്ഷെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ചെന്നൈയിലെത്തിയിട്ട് കുറച്ച് ദിവസമായി. നല്ലി മാതാജി, നമസ്തേ. ലാലി മാതാജി, എല്ലാവരെയും കാണുന്നുണ്ട് കേട്ടോ. അയ്യോ, എൻ്റെ പേര് വിളിച്ചില്ല പറഞ്ഞാൽ ആരും ബഹളം കൂട്ടരുത്. എല്ലാവരെയും കാണുന്നുണ്ട് ഞാൻ, എല്ലാവരെയും കാണുന്നു. പിന്നെ നമുക്ക് ബ്രഹ്മദേവന്റെ ദിവസങ്ങളൊക്കെ ഒന്ന് കണക്കൂട്ടണ്ടേ? ഇല്ലെങ്കിൽ പ്രശ്നല്ലേ? ബ്രഹ്മദേവൻ എന്താ വിചാരിക്കുക? അമ്മുവിന്റെ മോള് അവന്തിക്ക് ഞാൻ ബ്രഹ്മദേവന്റെ ദിവസങ്ങൾ പറഞ്ഞു. അവൾക്ക് വട്ടായി പോയി. അവള് ആന്റി എനിക്ക് ഒന്നുമേ പുരിയില്ല ആന്റി എന്ന് പറഞ്ഞു. അല്ല അവന്തി? പിന്നെ സീതാലക്ഷ്മി മാതാജി, നമസ്കാരം. എല്ലാരെയും കാണുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആരെ പേരും വിളിക്കണ്ട. വിളിച്ചാൽ പിന്നെ നാളെ ഉള്ള മെസ്സേജിൻ്റെ കൂടെ കുറച്ചും കൂടെ മെസ്സേജ് വരും. മാതാജി ഇന്നലെ എൻ്റെ പേര് വിളിച്ചില്ല, മാതാജി അവരുടെ പേര് വിളിച്ചു എന്നും പറഞ്ഞിട്ട്. ഗുരുവായൂർ വരണം അമ്മ. ഗുരുവായൂരപ്പനെ കണ്ടിട്ട് കുറച്ച് നാളായി. ഗുരുവായൂർ വരണം. ഇവിടെ കുറച്ച് ദിവസം ഇങ്ങനെ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. ഇനി ഗുരുവായൂർ വരാനുണ്ട്. അതിനിടയ്ക്ക് വൃന്ദാവന യാത്ര വരുന്നു. തീർച്ചയായിട്ടും ജാനുവരിയിൽ ഇനി തിരുപ്പതി യാത്ര പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വൃന്ദാവന യാത്ര പോകുന്നു. വൃന്ദാവന യാത്ര ഇങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. കാരണം വേറൊന്നുമല്ല, അതിൻ്റെ ഇടയ്ക്ക് ചക്കുളത്തുകാവിലെ പൊങ്കാല വരുന്നു. പിന്നെ 1-2 പേർക്ക് കല്യാണമുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് ടിക്കറ്റ് കിട്ടണം. നോർത്തിലേക്കുള്ള യാത്രയില്ല. അതിൻ്റെയൊക്കെ ഒരു ഇത്. കാരണം എനിക്ക് എല്ലാവരും കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകാൻ പറ്റില്ല. അത്രയും സേഫായിട്ട് വേണ്ടേ കൊണ്ടുപോകാൻ. അതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? വി രാമനാരായണൻ പ്രഭു, എവിടെയായിരുന്നു അങ്ങ്? കുറേ നാളായി അങ്ങേ കണ്ടിട്ട്. അങ്ങയുടെ വരയും ആർട്ട് വർക്കുകളും ഒന്നും എനിക്കിപ്പോൾ കിട്ടുന്നില്ല. മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ? എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുവോ? ലൈവ് എല്ലാവരും ഷെയർ ചെയ്യും.
അപ്പം നമുക്ക് ബ്രഹ്മദേവന്റെ ദിവസത്തെക്കുറിച്ച് നോക്കാം. പിന്നെ ഷോർട്ട് വീഡിയോസ് കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമസ്കാരം. ഷോർട്ട് വീഡിയോസൊക്കെ വൃന്ദാവന യാത്രയ്ക്ക് നമ്മുടെ മഞ്ജരീസിന്റെ മഞ്ജരീസ് നമ്പറിലേക്ക് മെസ്സേജ് ഇടും. സുരേഷ് മോനപ്പൻ പ്രഭുവിന്റെ പേര് വിളിക്കണ്ട കേട്ടോ. അപ്പം നമ്മൾ വിളിക്കൂ കേട്ടോ. ഞങ്ങൾ വിളിച്ചിട്ടില്ല. വിളിക്കില്ല. ഏകാദശി സൂപ്പർ. ഓം ശ്രീ മാത്രേ നമഃ. അത് വലിയൊരു മന്ത്രമാണ് കേട്ടോ, ചെറിയ മന്ത്രമൊന്നുമല്ല. ഭയങ്കര ഡെപ്തുള്ള, ഒത്തിരി അർത്ഥമുള്ള മന്ത്രമാണത്, ഓം ശ്രീ മാത്രേ നമഃ എന്നുള്ളത്. അപ്പം നമുക്ക് പഠിക്കാം. ഇന്നലത്തെ ക്ലാസ് ഞാൻ ഒന്നും കൂടെ ചെറിയ തോതിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്, മറന്നു പോകാതിരിക്കാൻ. സുനിലേട്ടാ നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അമ്മയുടെ ഒരു വലിയ ഭക്തൻ, മൂകാംബികയിൽ വെച്ച് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. ഓട്ടംതുള്ളന് ഫസ്റ്റ് എ ഗ്രേഡ്. നമസ്തേ. ഒത്തിരി സന്തോഷം. മാതാജിയുടെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും മോള് ഒരുപാട് ഉയരത്തിലേക്ക് വരട്ടെ. അപ്പൊ ഇന്ന് പിറന്നാളുകൾ ആഘോഷിക്കുന്ന, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എന്റെയും ഗുരുവായൂർ മഞ്ജരീസിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ടൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും യശസ്സും കീർത്തിയും എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടുപോയ ദിവസമാണ് എങ്കിൽ അവരുടെ ആത്മാവ് ഭഗവാന്റെ തൃപാദങ്ങളിൽ എത്തട്ടെ. ആ കുടുംബങ്ങൾക്കെല്ലാം അവരുടേതായ ആ ഒരു ദുഃഖം പരിഹരിക്കാനുള്ള ഒരു സമാധാനവും ശാന്തിയും ഒക്കെ ലഭിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു, കുക്കറിൻ്റെ ഇടയിൽ പെട്ടുപോയത്. ഇങ്ങോട്ട് നിൽക്കാൻ പറയും, ഒരു മിനിറ്റ് കേട്ടോ. ഭഗവാൻ എന്തും പുറത്തു കൊണ്ടുവരും. അത് പഠിച്ചിട്ടില്ല ഇതുവരെ. നമുക്ക് 2 അയനങ്ങളുണ്ട്. എന്താണ് 2 അയനങ്ങൾ? ടൈപ്പ് ചെയ്തിടും. ദിവ്യമാതാജി പറയുന്നുണ്ട് 2 അയനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരായനം, ദക്ഷിണായനം. കൃഷ്ണനെ എടുത്ത് കാണിക്കാം. സൗണ്ട് ക്ലിയർ ഇല്ല? നമുക്ക് 2 അയനങ്ങൾ, ഉത്തരായനം, ദക്ഷിണായനം. ഓക്കെ. അപ്പോ ഈ 2 അയനങ്ങളും എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ആര് കാരണമാണ് ഉണ്ടാവുന്നത് ഈ 2 അയനങ്ങൾ? ഉത്തരായനം, ദക്ഷിണായനം. ക്ലിയർ ആണ് ചേച്ചി? മൂളലുണ്ടല്ലേ? നോക്കാം നമുക്ക്. കൂടുതലാവുകയാണെങ്കിൽ മൈക്ക് മാറ്റി. ആര് കാരണമാണ് നമുക്ക് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടാവുന്നത്? ഹിന്ദിയിലാ. ഇവിടെ ഇരിക്കുന്ന മൊത്തം മലയാളീസാണ്. അവരെന്നെ പഠിപ്പിച്ചത്. ഇന്നലത്തെ പോലെ മൂളത്തിൽ. ഇപ്പോഴോ ക്ലിയർ ആണ്? സൂര്യൻ കാരണമാണ് നമുക്ക് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടാവുന്നത്. ഓക്കെ. ആ സൂര്യൻ കാരണമാണ് ഉത്തരായനവും ദക്ഷിണായനവും ഉണ്ടാവുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നത്? ദിനരാത്രങ്ങൾ ഉണ്ടാവുന്നത്. രാത്രിയും പകലും ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. പകൽ ജനങ്ങൾ എന്ത് ചെയ്യണം? ജോലി ചെയ്യണം. രാത്രി വിശ്രമിക്കണം. ഇത്ര വരെ മനസ്സിലായില്ലേ? ഇനി മനുഷ്യരുടെ ഒരു മാസം 30 ദിവസം, മനുഷ്യരുടെ 30 ദിവസം മരിച്ചുപോയവരുടെ പിതൃക്കളുടെ ഒരു ദിവസമാണ്. ഓക്കെ.
മനുഷ്യരാകുന്ന നമ്മുടെ 30 ദിവസം, ഒരു മാസം മരിച്ചു പോയവരുടെ പിതൃക്കളുടെ ഒരു ദിവസമാണ്. ഓക്കെ, ക്ലിയർ? മനുഷ്യരുടെ 30 ദിവസമാകുന്ന ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസമാണ്. ഓക്കെ, ഇനി നമുക്ക് ഉത്തരായനവും ദക്ഷിണായനവും പോലെ 2 പക്ഷങ്ങളുണ്ട്. എന്താ 2 പക്ഷങ്ങൾ? ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. ഓക്കെ, ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം. അതായത് ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകല്, കൃഷ്ണപക്ഷം, കൃഷ്ണന്റെ കളർ കറുപ്പാണ്, നീല, കറുപ്പ്, ഡാർക്ക്, അങ്ങനെ ഓർത്ത് വെക്കും. കൃഷ്ണപക്ഷം എന്ന് പറയുന്നത് രാത്രിയാണ്. ക്ലിയർ? അതുവരെ മനസ്സിലായല്ലോ. ഇനി മനുഷ്യരുടെ ഒരു വർഷം, അതായത് 365 ദിവസം, മനുഷ്യരുടെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു മാസം മരിച്ചുപോയ പിതൃക്കളുടെ ഒരു ദിവസമാണ്. മനുഷ്യരുടെ ഒരു മാസം പിതൃക്കളുടെ ഒരു ദിവസം. മനുഷ്യരുടെ ഒരു വർഷം 365 ദിവസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു ദിവസമാണ്. മനുഷ്യരുടെ ഒരു വർഷം അത് ദേവന്മാരുടെ ഒരു ദിവസമാണ്. ക്ലിയർ? അങ്ങനെ മനുഷ്യരുടെ 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കിയെടുക്കുക. മനുഷ്യരുടെ 365 ദിവസം ദേവന്മാരുടെ ഒരു ദിവസമാണ്. അതായത് മനുഷ്യരുടെ ഒരു വർഷം ദേവന്മാരുടെ ഒരു ദിവസം. ഇനി മനുഷ്യരുടെ 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കിയെടുക്കും. മനുഷ്യരുടെ 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കിയെടുത്താൽ ദേവന്മാരുടെ ഒരു വർഷമായി. നമ്മുടെ 365 ദിവസത്തെ 365 വർഷമാക്കിയാൽ ദേവന്മാരുടെ ഒരു വർഷമായി. മനസ്സിലായില്ലേ? ഇതുവരെ ക്ലിയർ ആണോ? നമ്മുടെ 365 ദിവസമാണ് അവരുടെ ഒരു ദിവസം. നമ്മുടെ ഒരു വർഷം അവരുടെ ഒരു ദിവസം. നമ്മുടെ 365 വർഷം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു വർഷമായി. ക്ലിയർ? ഡൗട്ട് ഒന്നുമില്ല. ഇത് മനസ്സിലാക്കിയിരിക്കണം കേട്ടാ. ബ്രഹ്മാവിന്റെ കാലഗണന, അതായത് ബ്രഹ്മദേവന്റെ കാലത്തെ നമ്മൾ നോക്കുകയാണ്. ഇനി ബ്രഹ്മദേവന്റെ കാലം നോക്കുകയാണെങ്കിൽ 4 യുഗങ്ങളെ നോക്കുക. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കൃതയുഗം എന്ന് പറഞ്ഞാൽ സത്യയുഗമാണ്. സത്യയുഗത്തിന്റെ മറ്റൊരു പേരാണ് കൃതയുഗം. കൃതയുഗം, ത്രേതായുഗം രണ്ടാമത്തത്, മൂന്നാമത്തത് ദ്വാപരയുഗം, നാലാമത്തത് കലിയുഗം. 4 യുഗങ്ങൾ. ബ്രഹ്മദേവന്റെ കാലം നോക്കുകയാണെങ്കിൽ 4 യുഗങ്ങളിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, അതിൽ സത്യയുഗമാ എന്ന് പറയുന്ന കൃതയുഗം ഇത്ര ഹൈറ്റിലാണെങ്കിൽ, നല്ല ധർമ്മവും സത്യവും നീതിയും ഒക്കെ ഉള്ള രീതിയിൽ ഇത്ര ഹൈറ്റിലാണെങ്കിൽ, രണ്ടാമത്തെ യുഗമാകുന്ന ത്രേതായുഗം ഇങ്ങനെ ഇരിക്കും. കാരണം കൃതയുഗത്തേക്കാൾ കുറച്ച് സത്യവും ധർമ്മവും ഒക്കെ ത്രേതായുഗത്തിൽ കുറയും. അപ്പൊ ത്രേതായുഗം ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്ത യുഗം ഏതാ? ദ്വാപരയുഗം. അത് ത്രേതായുഗത്തിനേക്കാൾ കുറച്ചുകൂടെ താഴെയായിരിക്കും. ഓക്കെ, ഇനി ദ്വാപരയുഗത്തേക്കാൾ താഴെയായിരിക്കും കലിയുഗം. അപ്പൊ 1, 2, 3, 4 ഇങ്ങനെ ഒരു സ്റ്റെപ്പ് വരും. അത് മനസ്സിലായോ? സത്യയുഗത്തിനേക്കാൾ പുണ്യവും ധർമ്മവും ഒക്കെ എവിടെ കുറയും? ത്രേതായുഗത്തിൽ കുറയും. ഒരു 1/4% കുറയും. ത്രേതായുഗത്തിനേക്കാൾ 1/4% എവിടെ കുറയും? ദ്വാപരയുഗത്തിൽ കുറയും. ദ്വാപരയുഗത്തിനേക്കാൾ സത്യവും ധർമ്മവും ഒക്കെ എവിടെ കുറയും? നമ്മുടെ കലിയുഗത്തിൽ കുറയും. ഇത്രയും മനസ്സിലായില്ലേ? നല്ലോണം മനപ്പാടായില്ലേ ഇത്രയും കാര്യങ്ങൾ? ഇനി നമ്മൾ പഠിച്ചു മനുഷ്യരുടെ 365 വർഷം. ഓക്കെ, മനുഷ്യരുടെ 365 വർഷം ദേവന്മാരുടെ ഒരു വർഷമാണെന്ന്.
മനുഷ്യരുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷമെന്ന്. അങ്ങനെയുള്ള ദേവന്മാരുടെ 4000 വർഷം കുക്കറിൽ പെട്ടുപോയതാ മാതാജി. നമ്മുടെ 365 വർഷങ്ങൾ, നമ്മുടെ 1 വർഷം 2 വർഷം 3 വർഷം 4 വർഷം 5 വർഷം 10 വർഷം 20 വർഷം 200 ഒന്നുമല്ല, നമ്മുടെ 365 വർഷങ്ങളാണ് ദേവന്മാരുടെ ഒരു വർഷം. അങ്ങനെയുള്ള ദേവന്മാരുടെ മുരുകൻ പ്രഭു, അങ്ങനെയുള്ള ദേവന്മാരുടെ 4000 വർഷം ചേർന്നാൽ ഒരു കൃതയുഗമായി. മനുഷ്യരുടെ 365 വർഷങ്ങൾ ദേവന്മാരുടെ ഒരു വർഷമാണെങ്കിൽ ദേവന്മാരുടെ 4000 വർഷമാണ് ഒരു കൃതയുഗം. ക്ലിയർ? മനസ്സിലായോ? അതുവരെ ക്ലിയർ ആയോ? നമുക്ക് മെല്ലെ പോയാൽ മതി, എല്ലാവരും മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. മനുഷ്യരുടെ 365 ദിവസങ്ങളാണ് ദേവന്മാരുടെ മനുഷ്യരുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. അങ്ങനെയുള്ള ദേവന്മാരുടെ 4000 വർഷങ്ങളാണ് കൃതയുഗത്വം, അതായത് സത്യയുഗത്തിന്റെ. മനസ്സിലായില്ല? നമുക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? ടൈപ്പ് ചെയ്തിട്ടെ. നമുക്ക് ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? നമ്മുടെ 365 ദിവസമുണ്ട്. ഈ 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കുക. ചെറുതായിട്ട് ഈ 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കൂ. കുറേ ദിവസമായില്ലേ? 365 സുശീല മാതാജി, 365 ദിവസം എന്നുള്ളത് 365 വർഷമാക്കിയാൽ മനുഷ്യരുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. 365 സമം 1. മനുഷ്യരുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. അതുവരെ ഓക്കെയാണോ? അങ്ങനെ ദേവന്മാരുടെ 4000 വർഷം, മനുഷ്യരുടെ 365 വർഷം ദേവന്മാരുടെ ഒരു വർഷമാണ്. അങ്ങനെയുള്ള ദേവന്മാരുടെ 4000 വർഷം, ആ 4000 വർഷം, അതായത് ദേവന്മാരുടെ 4000 വർഷമാണ് ഒരു സത്യയുഗം എന്ന് പറയുന്നത്. നമുക്ക് 4 യുഗങ്ങളില്ലേ? അതില് സത്യയുഗം എന്ന് പറയുന്നത് ദേവന്മാരുടെ 4000 വർഷം. ദേവന്മാരുടെ ഒരു വർഷം എത്രയാ? നമ്മുടെ 365 വർഷമാണ്. നമ്മുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. മനസ്സിലായില്ലേ? പഠിച്ചതേ പാടൂ, അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല. ഓക്കെ, നമ്മുടെ 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. അപ്പൊ ദേവന്മാരുടെ 4000 വർഷമാണ് ഒരു കൃതയുഗം. മനസ്സിലായി? ഇതുവരെ ക്ലിയർ? അതിന്റെ 400 വർഷവും അസ്തമയത്തിന് 400 വർഷവും വേണം. അതായത് ആ ഒരു കൃതയുഗത്തിന്റെ പ്രഭാതത്തിന് 400 വർഷം വേണം. കൃതയുഗത്തിലെ ഒരു പ്രഭാതം, നമ്മളൊക്കെ ഇപ്പൊ കലിയുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. കൃതയുഗം എന്ന് പറയുന്ന സത്യയുഗത്തിൽ ദേവന്മാരും മനുഷ്യരൊക്കെ തുല്യമായിരുന്നു. കാരണം എന്താണെന്നറിയോ? അവിടെ സത്യവും നീതിയും ന്യായവും ധർമ്മവും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോ ആ സത്യയുഗത്തിൽ ഇപ്പൊ നമുക്ക് 24 മണിക്കൂറാണ് രാവിലെ രാത്രിയാവാൻ, അല്ലേ? അപ്പൊ സത്യയുഗത്തില് പ്രഭാതവും അസ്തമയത്തിനും 400 വർഷം വേണം. ഒരു പ്രഭാതമാവാൻ 400 വർഷം വേണം, എങ്കിലേ ഒരു പ്രഭാതമാവും. ഒരു രാത്രിയാവാനും 400 വർഷം വേണം, എങ്കിലേ രാത്രിയാവും. നമുക്കൊക്കെ 24 മണിക്കൂർ കൊണ്ട് രാത്രിയും പകലും, രാത്രി വർഷങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? പക്ഷെ കലിയുഗത്തിൽ സത്യയുഗത്തിൽ അങ്ങനെയല്ല. സത്യയുഗം വളരെ നീണ്ട യുഗമാണ്. മനസ്സിലായോ? അതുവരെ മനസ്സിലായോ?
അങ്ങനെ 400 വർഷം ചേർന്നാൽ ഒരു പ്രഭാതമായി, 400 വർഷം ചേർന്നാൽ ഒരു രാത്രിയായി, ഇങ്ങനെ പോവാണ്. അങ്ങനെയുള്ള 4800 ദേവന്റെ വർഷം, അതായത് നമ്മുടെ 365 വർഷമാണ് ദേവന്റെ ഒരു വർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 4800 വർഷം കഴിഞ്ഞാൽ സത്യയുഗം തീരും. ദേവന്റെ 4800 വർഷം കഴിയണം സത്യയുഗം തീരാൻ. അപ്പൊ സത്യയുഗം വലിയ യുഗമാണ്. മനസ്സിലായോ? ക്ലിയർ? സത്യയുഗം തീരണമെങ്കിൽ ദേവന്റെ 4800 വർഷം കഴിയണം. നമ്മുടെ 365 വർഷമാണ് ദേവന്റെ ഒരു വർഷം. അപ്പൊ ദേവന് 2 വർഷം ആവണമെങ്കിൽ നമുക്ക് എത്ര വർഷം കഴിയണം? 365 × 2. നമ്മുടെ 730 വർഷം കഴിഞ്ഞാലാണ് ദേവന്മാരുടെ 2 വർഷം വരുന്നത്. നമ്മുടെ 730 വർഷം ആവണം ദേവന്മാരുടെ 2 വർഷം ആവണമെങ്കിൽ. അങ്ങനെയുള്ള ദേവന്റെ 4800 വർഷം കഴിഞ്ഞാലാണ് ഒരു സത്യയുഗം തീരുന്നത്. ക്ലിയർ? അതായത് കൃതയുഗം അവസാനിക്കുന്നത്. ഇനി കൃതയുഗത്തിന്റെ 1/4 ഭാഗം നന്മ കുറവാണ് എവിടെ? ത്രേതായുഗത്തില്. ത്രേതായുഗത്തിന്റെ 1/4 ഭാഗം കുറവാണ് ദ്വാപരയുഗത്തില്. ദ്വാപരയുഗത്തിന്റെ 1/4 ഭാഗം കുറവാണ് കലിയുഗത്തില്. അതുവരെ മനസ്സിലായോ? അപ്പോ ദേവന്മാരുടെ 4800 വർഷം കഴിയുമ്പോഴാണല്ലോ നമ്മുടെ എന്ത് അവസാനിക്കുന്നത്? കൃതയുഗം അവസാനിക്കുന്നത്. ദേവന്മാരുടെ 4800 വർഷം കഴിഞ്ഞാൽ കൃതയുഗം അവസാനിച്ചു. ഇനി ദേവന്മാരുടെ 3600 വർഷമാണ് എന്ത്? ത്രേതായുഗത്തില്. ദേവന്മാരുടെ 4800 വർഷത്തില് സത്യയുഗം തീരും. ദേവന്മാരുടെ 3600 വർഷം കഴിഞ്ഞാൽ ത്രേതായുഗം കഴിയും. ഇനി ദേവന്മാരുടെ 2400 വർഷം കഴിഞ്ഞാൽ ദ്വാപരയുഗം കഴിയും. ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആദ്യം 4000, പിന്നെ 3000, പിന്നെ 2000. ഓക്കെ. ഇനി ദേവന്മാരുടെ 1200 വർഷം കഴിഞ്ഞാൽ കലിയുഗം തീരും. ദേവന്മാരുടെ 1200 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 365 വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം. അങ്ങനെയുള്ള ദേവന്റെ 1200 വർഷം കഴിഞ്ഞാൽ കലിയുഗവും തീരും. ഓക്കെ. കൃതയുഗത്തില് എല്ലാ ധർമ്മങ്ങളും നല്ല രീതിയിൽ നിൽക്കും. സത്യം, നീതി, ന്യായം, ധർമ്മം അതെല്ലാം കൃതയുഗത്തിലുണ്ടാവും. അതിൻ്റെയും താഴെയാണ് എന്ത്? ത്രേതായുഗം. അതിൻ്റെയും താഴെയാണ് ദ്വാപരയുഗം. അതിൻ്റെയും താഴെയാണ് കലിയുഗം. അതാണ് കലിയുഗത്തില് ഭയങ്കരമായ തെറ്റുകളും അരിഷ്ടതകളും ഒക്കെ നടക്കുന്നത്, അധർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ഓക്കെ. ഇനി 12000 ദേവവർഷം എല്ലാം മാറ്റിവെക്കുക. ദേവന്റെ 4800 വർഷമാണ് ഒരു സത്യയുഗം എന്ന് നമ്മൾ പഠിച്ചു. 4800. അങ്ങനെയുള്ള ദേവന്മാരുടെ 10000 വർഷം കൂടുമ്പോ ഒരു ദേവയുഗം വരും. നമുക്ക് 4 യുഗങ്ങൾ പറഞ്ഞല്ലോ. ബ്രഹ്മദേവനും നമുക്കൊക്കെ 4 യുഗങ്ങൾ പറഞ്ഞല്ലോ. കൃതയുഗം, സത്യയുഗം, അങ്ങനെ 4 യുഗം പറഞ്ഞില്ല. ഇനി ദേവന്മാർക്കും ഇതുപോലെ യുഗങ്ങളുണ്ട്. അത് ദേവന്മാരുടെ 10000 വർഷം വരണം, എന്നാലേ ദേവന്റെ ഒരു യുഗമാവും. മനസ്സിലായില്ലേ? ദേവന്മാരുടെ 4800 വർഷമാവുമ്പോഴാണ്, ദേവവർഷമാവുമ്പോഴാണ് നമുക്കൊരു യുഗം വരുന്നത്. അപ്പൊ ദേവന്മാർക്ക് 10000 വർഷം വരുമ്പോഴാണ് ദേവന്മാരുടെ ഒരു യുഗമാവുന്നത്. ഈ സത്യയുഗം, ദ്വാപരയുഗം, കൃതയുഗം എന്നൊക്കെ പറയുന്നത് നമുക്കുള്ളതാണ്. ഇതേപോലെ ദേവന്മാർക്ക് യുഗങ്ങളുണ്ട്. സാരല്ല മാതാജി, ദേവന്മാർക്ക് യുഗങ്ങളുണ്ട്. ദേവന്മാർക്ക് ഒരു യുഗമാവണമെങ്കിൽ 10000 ദേവവർഷം വരണം. ദേവന്റെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ 365 വർഷം. ദേവന്മാരുടെ 4800 വർഷമാണ് നമ്മുടെ ഒരു യുഗം എന്ന് പറയുന്നത്. ദേവന്മാരുടെ 10000 വർഷമാണ് അവരുടെ ഒരു യുഗം എന്ന് പറയുന്നത്. ക്ലിയർ? ദേവന്മാരുടെ 10000 വർഷമാണ് അവരുടെ ഒരു യുഗം. നമ്മുടെ ഇവിടുത്തെ കൃതയുഗം
ദ്വാപരയുഗം ത്രേതായുഗം പോലെ അവരുടെ ഒരു യുഗം എന്ന് പറയുന്നത് അവരുടെ 10,000 വർഷമാണ്. ക്ലിയർ? മനസ്സിലായോ? അർത്ഥായിത്തു അർത്ഥാകില്ല അർത്ഥായിത്തു. അങ്ങനെ ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം എന്ന് നമ്മൾ പഠിച്ചു. ഒന്നുകൂടി കേട്ടോ, ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 യുഗങ്ങൾ, ഓക്കെ, ദേവന്മാരുടെ ഒരു യുഗം എന്ന് പറയുന്നത് അവരുടെ 10,000 വർഷം. അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 ദേവയുഗം കൂടുമ്പോ ബ്രഹ്മാവിന് ഒരു പകലാവും. കന്നഡ. നമ്മുടെ 365 വർഷം ദേവന്റെ ഒരു വർഷം. 365 ദിവസമല്ല കേട്ടോ, നമ്മുടെ മനുഷ്യന്മാരുടെ 365 വർഷം ദേവന്റെ ഒരു വർഷമാണ്. ദേവന്റെ 4800 വർഷം നമ്മുടെ ഒരു യുഗമാണ്. അപ്പോ ദേവന്റെ 10,000 വർഷം എന്ന് പറയുന്നത് ദേവന്മാരുടെ ഒരു യുഗമാണ്. നമ്മുടെ സത്യയുഗവും കലിയുഗവും ഒക്കെ പോലെ ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അങ്ങനെയുള്ള ദേവന്റെ 1000 യുഗങ്ങൾ, ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 യുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. കൺഫ്യൂഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ 365 ദിവസം എന്താണ്? ദേവന്റെ ഒരു ദിവസമേ ആവുന്നത്. നമ്മുടെ ഒരു വർഷമാണ് അവരുടെ ഒരു ദിവസം. നമ്മുടെ 365 വർഷമാണ് അവരുടെ ഒരു വർഷം. അങ്ങനെയുള്ള ദേവന്റെ 4800 വർഷമാണ് നമ്മുടെ ഒരു യുഗം. ദേവന്റെ 10,000 വർഷമാണ് അവരുടെ ദേവന്മാരുടെ ഒരു യുഗം. അങ്ങനെയുള്ള 1000 ദേവയുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. ഇനിയും കൺഫ്യൂഷന് മനസ്സിലായോ? ബ്രഹ്മദേവനാണ് അപ്പൊ ടോപ്പസ്റ്റ്. അതിന്റെ മുകളിലാണ് ഭഗവാൻ. ഒരു യുഗവും ഇല്ല. മനസ്സിലായോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പറഞ്ഞുതരാം, ഒരു കുഴപ്പമില്ല. ഇത് എഴുതി ഗ്രൂപ്പിലിടാൻ പറയണം ദിവ്യ മാതാജി. ബ്രഹ്മദേവന്റെ ഒരു പകല് വരണമെങ്കിൽ എത്ര വർഷങ്ങൾ കഴിയണം? മനസ്സിലായോ? ഇനി ദേവന്മാരുടെ 1000 യുഗങ്ങൾ കഴിയുമ്പോൾ അവരുടെ ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ 365. ഒന്നുകൂടെ പറയും, ഓക്കെ പറഞ്ഞുതരാം. നമ്മുടെ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു വർഷം എന്ന് പറയുന്നത് 365 ദിവസമാണ്, അല്ലെ? ആ 365 ദിവസത്തെ 365 വർഷമായിട്ട് എടുക്കുക. നമ്മൾ എത്ര വർഷം ജീവിക്കും? ഒരു 70 വർഷം 80 വർഷം ജീവിക്കും, അല്ലെ? അങ്ങനെയുള്ള 365 വർഷം എടുത്താൽ ദേവന്റെ ഒരു വർഷമായി. നമ്മുടെ 365 വർഷം എടുത്താൽ ദേവന്മാരുടെ ഒരു വർഷമായി. അതുവരെ ക്ലിയർ ആയോ? അങ്ങനെ ദേവന്മാരുടെ ഒരു വർഷം വരണമെങ്കിൽ നമുക്ക് 365 വർഷം കഴിയണം. അങ്ങനെ ദേവന്റെ 4800 വർഷം, ദേവന്മാരുടെ ഒരു വർഷം വരണമെങ്കിൽ നമ്മുടെ 365 വർഷം കഴിയണം. അപ്പൊ ദേവന്മാർക്ക് 4800 വർഷം വന്നാലാണ് നമ്മുടെ ഒരു യുഗം ഇവിടെ ഭൂമിയിൽ തീരുന്നത്. കൃതയുഗം, ദ്വാപരയുഗം എന്നൊക്കെ പറയണ്ടേ. അങ്ങനെ ദേവന്റെ 4800 വർഷം കഴിഞ്ഞാൽ എന്തായി? ഒരു യുഗം നമുക്ക് തീരും. നമുക്ക് 4 യുഗങ്ങൾ ഉള്ളത് പോലെ ദേവന്മാർക്കും യുഗങ്ങളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് ഓക്കെ, നമ്മുടെ 365 വർഷം അവരുടെ ഒരു വർഷമാണ്. ദേവന്റെ 4800 വർഷമാണ് നമ്മുടെ ഒരു യുഗം തീരുന്നത്.
അങ്ങനെയുള്ള ദേവന്മാരുടെ 10,000 വർഷമാണ് ദേവന്മാരുടെ ഒരു യുഗം. പിന്നെ നമ്മൾ മനുഷ്യരായി കൊണ്ടുവരരുത്, കാരണം അത്രയും മാസങ്ങൾ പോകും, വർഷങ്ങൾ പോകും. ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അവരുടെ ഒരു വർഷം എന്ന് പറയണത് തന്നെ നമ്മുടെ 365 വർഷം. 365 ദിവസമല്ല, 365 വർഷമാണ് അവരുടെ ഒരു വർഷം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദേവന്റെ 10,000 വർഷമാണ്, ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അങ്ങനെയുള്ള ദേവന്മാരുടെ ഒരു യുഗം എന്നുള്ളത് 1000 യുഗങ്ങളായാലാണ് ബ്രഹ്മദേവന്റെ ഒരു പകലാവുന്നത്. മനസ്സിലായോ? പയ്യെ പയ്യെ മനസ്സിലാവും. അങ്ങനെ ബ്രഹ്മദേവൻ പകല് മുഴുവൻ സൃഷ്ടി നടത്തുകയാണ്. എത്രയോ വർഷങ്ങൾ ഇരുന്നിങ്ങനെ സൃഷ്ടി നടത്തുകയാണ്. യുഗാന്തരങ്ങളോളം സൃഷ്ടിക്കുകയാണ്. അങ്ങനെ സൃഷ്ടിച്ച് ദേവന്മാരുടെ 1000 യുഗങ്ങൾ കഴിയുമ്പോ പാവത്തിനൊരു രാത്രി കിട്ടും. ആർക്ക്? ബ്രഹ്മദേവന്. ആ രാത്രി ബ്രഹ്മദേവൻ ഉറങ്ങും. എന്തായാലും രാത്രി നമ്മളൊക്കെ ഉറങ്ങണം. നമുക്കിപ്പോ 12-24 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. അങ്ങനെയല്ല, ദേവന്മാരുടെ 1000 യുഗങ്ങൾ കഴിയണം ബ്രഹ്മദേവൻ ഒന്ന് ഉറങ്ങാൻ. അങ്ങനെ ബ്രഹ്മദേവൻ ഉറങ്ങി യോഗനിദ്രയിൽ ഇങ്ങനെ കിടക്കും. അപ്പോഴാണ് മഹാപ്രളയം വരിക. കാരണം എന്താ? സൃഷ്ടി നടക്കുന്നില്ല. ഓം ശ്രീ മാത്രേ നമഃ. സൃഷ്ടി നടക്കില്ല. മനസ്സിലാവും? ബ്രഹ്മദേവൻ ഉറങ്ങിയാൽ പിന്നെ സൃഷ്ടി നടക്കില്ല. എല്ലാം എന്തായി? വെള്ളത്തിലേക്ക് പോയി, മഹാപ്രളയത്തിലേക്ക് പോയി. വീണ്ടും അടുത്ത യുഗം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അവിടെ വരെ ക്ലിയർ ആയോ? അങ്ങനെ ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? അടുത്ത യുഗം സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് യോഗനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് ബ്രഹ്മദേവൻ എന്താ ചെയ്യുക? വീണ്ടും സൃഷ്ടി തുടങ്ങും. വീണ്ടും ബ്രഹ്മദേവൻ സൃഷ്ടി തുടങ്ങും. അതുവരെ ക്ലിയർ ആയോ? ഇനി സൃഷ്ടിയുടെ ക്രമവും പ്രളയവും എന്താണെന്ന് നമുക്ക് നോക്കാം. സൃഷ്ടിയുടെ ക്രമവും പ്രളയവും എന്താണെന്ന് നോക്കാം. യോഗനിദ്രയില് ബ്രഹ്മദേവൻ കിടന്നുറങ്ങുമല്ലോ. ഉറങ്ങിയിട്ട് ബ്രഹ്മദേവൻ എഴുന്നേൽക്കും. ഞാൻ പതുക്കെ പറഞ്ഞു പോകുന്നില്ല, ആരും വിഷമിക്കരുത്, എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മള് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് പോലെ ബ്രഹ്മദേവനും എഴുന്നേക്കും. അങ്ങനെ യോഗനിദ്രയിൽ നിന്ന് ബ്രഹ്മദേവൻ എഴുന്നേറ്റിട്ട് കൽപ്പാരംഭത്തിൽ, അതായത് ആ ഒരു യുഗം തുടങ്ങുന്ന തുടക്കത്തില് മായയുടെ സഹായത്തോടെയാണ് സൃഷ്ടി ആരംഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബ്രഹ്മദേവൻ സൃഷ്ടി ആരംഭിക്കുന്നത് മായയുടെ സഹായത്തോടെയാണ്. ആദ്യം ബ്രഹ്മദേവൻ മഹത്വമാണ് സൃഷ്ടിക്കുന്നത്. മഹത്വം എന്താന്നൊക്കെയുള്ളത് മുന്നോട്ട് പഠിക്കാം. ആദ്യം മഹത്വത്തെ സൃഷ്ടിക്കും. പിന്നെയോ മാനസഹങ്കാരത്തെ സൃഷ്ടിക്കും. മഹത്വത്തെ സൃഷ്ടിക്കും, മാനസ അഹങ്കാരത്തെ സൃഷ്ടിക്കും. ആരാ കാൽക്കുലേറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രന്ഥം. നമ്മളെക്കാൾ മുമ്പേ വന്നുപോയ കുറെ യോഗി വര്യന്മാർ, വ്യാസൻ, അവരൊക്കെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത്. മഹത്വം. ആദ്യം മഹത്വത്തെ സൃഷ്ടിക്കും. അതാരുടെ സഹായത്തോടെ? മായയുടെ സഹായത്തോടെ. നമ്മൾ ഇതൊക്കെ പഠിച്ചിരിക്കണം. മായയുടെ സഹായത്തോടെ ബ്രഹ്മദേവൻ യോഗനിദ്രയിൽ നിന്ന് എഴുന്നേറ്റ്, അയ്യോ ഞാനൊരിക്കലും ആചാര്യല്ല, ഹരിദാസ് പ്രഭു, ഭഗവാൻ, ശ്രീ മൂകാംബിക ദേവി, ഞാനൊന്നുമല്ല, നമ്മൾ ഒരേപോലെ ഇരുന്ന് പഠിക്കുക. മായയുടെ സഹായത്തോടെ ബ്രഹ്മദേവൻ മഹത്വം സൃഷ്ടിക്കും. പിന്നെ മാനസഹങ്കാരത്തെ സൃഷ്ടിക്കും. അങ്ങനെ ഈ രണ്ട് സൃഷ്ടിയും കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ എന്താ ചെയ്യാ? ആകാശം സൃഷ്ടിക്കും. ഓക്കെ, ആകാശം വരും. പിന്നെന്തുണ്ടാവും? ആകാശത്തിൽ നിന്ന് ആകാശത്തിന്റെ ഗുണമായിരിക്കുന്ന ശബ്ദം സൃഷ്ടിക്കും.
ഓം. ആകാശത്തിന്റെ ഗുണമായ ശബ്ദം സൃഷ്ടിക്കും. അങ്ങനെ ആകാശത്തിൽ നിന്ന് എന്തുണ്ടാവും? വായു ഉണ്ടാവും. ഓക്കെ. വായുവിന്റെ ഗുണം എന്താണ്? സ്പർശം. ഉയരം കൂടുന്തോറും നമുക്ക് ഓക്സിജൻ ലെവൽ ഇല്ലാതെ പോവാണ് അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മൾ അവിടെ അങ്ങനെ പറന്ന് നടക്കുന്നത്, സ്പർശിക്കാൻ പറ്റാത്തത്. ഇവിടെ വായു ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്പർശിക്കാൻ പറ്റും. അങ്ങനെ ഭഗവാൻ ആകാശം സൃഷ്ടിച്ചു, ആകാശത്തിന്റെ ഗുണമായ ശബ്ദം സൃഷ്ടിച്ചു. പിന്നെന്തുണ്ടാവും? ആകാശത്തിൽ നിന്ന് വായു സൃഷ്ടിച്ചു, വായുവിന്റെ ഗുണമായ സ്പർശം സൃഷ്ടിച്ചു. ഇത്രയും ബ്രഹ്മദേവൻ സൃഷ്ടിച്ചു അല്ലെ? ക്രമേണ വായുവിൽ നിന്ന് അഗ്നി ഉണ്ടാവും. ഓക്സിജൻ ഉണ്ടെങ്കിലേ കത്തും. ക്രമേണ വായുവിൽ നിന്ന് അഗ്നിയെ സൃഷ്ടിച്ചു. അഗ്നിയുടെ ഗുണമായിരിക്കുന്ന രൂപമുണ്ടായി. പിന്നെ രൂപങ്ങൾ വരും. അഗ്നിയിൽ നിന്ന് രസാത്മകമായിരിക്കുന്ന ജലമുണ്ടാവും. മനസ്സിലായോ? ജലത്തിൽ നിന്ന് ഗന്ധത്തോടു കൂടിയ പൃഥ്വി ഉണ്ടായി. ഓക്കെ. പിന്നീടുണ്ടായ ഭൂതങ്ങളിൽ മുമ്പുണ്ടായ ഭൂതങ്ങളുടെ ഗുണം കലർന്നിരിക്കും. ഈ പ്രളയം വരുന്നതിന് മുമ്പേ കുറേ ഭൂതങ്ങളുണ്ട്. ഈ ഭൂതങ്ങളെല്ലാം രണ്ടാമത്തെ സൃഷ്ടിയിലേക്കും കൂടി കലരാൻ തുടങ്ങും. ഈ സൂക്ഷ്മ ഭൂതങ്ങളാണ് പിന്നീട് പഞ്ചീകരണം കൊണ്ട്, അതായത് ചേരുന്നത് കൊണ്ട് സ്ഥൂലഭൂതങ്ങളായി മാറുന്നത്. അതായത് ശരീരത്തോടു കൂടിയുള്ള ഓരോരോ ഭൂതങ്ങളായി മാറും. ഭൂതം എന്ന് പറയുമ്പോൾ പ്രേതം ചിന്തിക്കരുത്, ഓരോ സൃഷ്ടി കർമ്മങ്ങളാണ്. യോഗനിദ്രയിൽ നിന്നുണരുന്ന ബ്രഹ്മദേവൻ മനുഷ്യരുടെ 365 വർഷങ്ങൾ ദേവന്മാരുടെ 1 വർഷം. അങ്ങനെയുള്ള ദേവന്മാരുടെ 4800 വർഷം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു സത്യയുഗം. മനുഷ്യർക്ക് 4 യുഗങ്ങൾ അതുപോലെ ദേവന്മാർക്കും യുഗങ്ങളുണ്ട്. ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. അങ്ങനെയുള്ള ദേവന്മാരുടെ 1000 യുഗങ്ങളാണ് ബ്രഹ്മദേവന്റെ ഒരു പകല്. ഓക്കെ, ഒരു രാത്രി. പകലിലെല്ലാം ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കും. ദേവന്മാരുടെ 1000 യുഗങ്ങൾ വരുമ്പോ ബ്രഹ്മദേവൻ ഉറങ്ങും ഒരു രാത്രി. എല്ലാം മഹാപ്രളയത്തിൽ പോയി പോകും. ബ്രഹ്മദേവൻ ഉറങ്ങിയ സൃഷ്ടി നടക്കില്ല. എല്ലാം മഹാപ്രളയത്തിൽ പോയി. യോഗനിദ്രയിൽ നിന്ന് എഴുന്നേൽക്കുന്ന ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? നേരെ മായയുടെ സഹായത്തോടെ സൃഷ്ടി ആരംഭിക്കും. ആദ്യം മഹത്വത്തെയും പിന്നെ മാനസ അഹങ്കാരത്തെയും ബ്രഹ്മദേവൻ സൃഷ്ടിക്കും. പിന്നീട് ആകാശം സൃഷ്ടിക്കും. അതിന്റെ ഗുണമായിരിക്കുന്ന ശബ്ദം വരും. ശബ്ദത്തിൽ നിന്ന് വായു ഉണ്ടാവും. അല്ല, ആകാശത്തിൽ നിന്ന് വായു ഉണ്ടാവും. പിന്നെ അതിന്റെ ഗുണമായ സ്പർശം ഉണ്ടാവും. ക്രമേണ വായുവിൽ നിന്ന് അഗ്നി വരും. അഗ്നിയിൽ നിന്ന് അതിന്റെ ഗുണമായ രൂപം വരും. പിന്നെ അഗ്നിയിൽ നിന്ന് ജലം വരും. ജലത്തിൽ നിന്ന് ഗന്ധം വരും. ഇതെല്ലാം കൂടി എന്താകും? പൃഥ്വിയായി മാറും. അതായത് പഞ്ചഭൂതങ്ങൾ വന്നാൽ എന്തായി? ഭൂമിയായി അല്ലെ? പിന്നീട് എന്തുണ്ടാവും? ആ ഭൂമിയിൽ പ്രളയം വരുന്നതിന് മുൻപേ കുറെ ഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? സൂക്ഷ്മഭൂതങ്ങളായി. കുട്ടി 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 സൂക്ഷ്മഭൂതങ്ങൾ വരും. പിന്നീട് ഈ സൂക്ഷ്മഭൂതങ്ങളെല്ലാം സ്ഥൂലഭൂതങ്ങളായി മാറും. ക്ലിയർ? ഇവ മൂർത്തങ്ങളായി ശരീരങ്ങളിൽ സൃഷ്ടികർത്താവ് എല്ലാത്തിനെയും ദർശിക്കുന്ന ആത്മാവായി പ്രവേശിക്കും. ഇനി ബ്രഹ്മദേവൻ എല്ലാം ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിനൊന്നും ജീവനില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ആ സൃഷ്ടികർത്താവ് എന്ത് ചെയ്യും? എല്ലാറ്റിനെയും കാണുന്നത് പോലെ ആത്മാവായിട്ട് സൃഷ്ടികർത്താവ് കയറും. എല്ലാം ഉണ്ട്, പക്ഷെ അതിന് ജീവനില്ല. ആത്മാവ് വരുമ്പോഴാണ് അവിടെ ജീവൻ വരുന്നത്.
അപ്പോൾ അതിൽ എല്ലാത്തിലും ആത്മാവ് വരും. അങ്ങനെ സ്ഥാവര ജംഗമങ്ങളെയും, അതായത് എല്ലാ വസ്തുക്കളെയും, ദേവർഷിമാരെയും, പിതൃക്കളെയും, ദൈത്യന്മാരെയും സൃഷ്ടിച്ച് 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 ഇങ്ങനെ പൂർത്തിയാക്കും ബ്രഹ്മദേവൻ. അതായത് സ്ഥാവര ജംഗമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ, വസ്തുക്കൾ എല്ലാം, ഇതെല്ലാം സ്ഥാവര ജംഗമ വസ്തുക്കളാണ്. ഇതിനെയൊക്കെ ബ്രഹ്മദേവൻ സൃഷ്ടിക്കും. ദേവർഷിമാരെ സൃഷ്ടിക്കും, പിതൃക്കളെല്ലാം സൃഷ്ടിക്കും, അസുരന്മാരെ സൃഷ്ടിക്കും. അങ്ങനെ സൃഷ്ടിച്ച് 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 ബ്രഹ്മദേവൻ സൃഷ്ടി പൂർത്തിയാക്കും. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾക്കും വാസനകൾക്കും, നമ്മൾ കഴിഞ്ഞ ഓരോ ജന്മത്തിൽ എന്തെല്ലാം ചെയ്തിരിക്കുന്നു അതിൻ്റെ എല്ലാത്തിനെയും അനുസരിച്ച് അടുത്ത ജന്മത്തില് അനുഭവങ്ങൾ ഉണ്ടാവുന്നു. ഈ ജന്മത്തിൽ ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്തൊക്കെയോ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. മനസ്സിലായി? കഴിഞ്ഞ ജന്മത്തില് ചെയ്തു കൂട്ടിയതിന്റെ ഫലം അനുഭവിക്കാൻ ഈ ജന്മത്തിൽ നമ്മൾ ജന്മമെടുക്കും. ക്ലിയർ? കഴിഞ്ഞ ജന്മം കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും, അതിൻ്റെ എല്ലാം ദുരിതം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിക്കും. ഓക്കെ, അതുവരെ മനസ്സിലായോ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കർമ്മം എന്ന് പറയുന്നത്. കർമ്മഫലം. യെസ്, നമ്മൾ ചെയ്യുന്ന കർമ്മഫലം എവിടെയും പോവില്ല, അത് നമുക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും. കർമ്മഫലമായിട്ട് നമ്മൾ അനുഭവിക്കും. അപ്പൊ കർമ്മഫലം നമ്മളെ വിട്ടു പോയില്ല. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും കർമ്മഫലം നമ്മളെയും കൊണ്ടേ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു തെറ്റും ചെയ്യരുത്. വാക്ക്, പ്രവൃത്തി, ചിന്ത ഒന്നുകൊണ്ടും തെറ്റ് ചെയ്തോ അതനുഭവിച്ചേ നമ്മൾ പോകും. പൗരുഷം കൊണ്ട് അവയെ മാറ്റി നിർത്താനുള്ള ശക്തിയും മനുഷ്യർക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. എന്താ പൗരുഷം? ആരെടാ നീ, കൊന്നുകളയുമെടാ ഞാൻ, ഇതാണോ പൗരുഷം? അല്ല. പൗരുഷം എന്ന് പറയുന്നത് എന്താണ്? ഭാര്യയെ കുഞ്ഞു നിർത്തി കൂമ്പിനിട്ടടിച്ച് തറയിലിട്ടടിക്കുന്നതാണോ പൗരുഷം? അല്ല. പൗരുഷം എന്ന് പറയുന്നത് വ്യക്തമായ ബോധം, അത് മനുഷ്യർക്ക് ഭഗവാൻ നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് ചിന്തിക്കാനുള്ള കഴിവ് ഭഗവാൻ നൽകിയിട്ടുണ്ട്. പക്ഷെ മനുഷ്യർ ചിന്തിക്കില്ല. ചിന്തിക്കാതെ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആലോചിക്കും, അയ്യോ വേണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അബദ്ധം പറ്റിയെന്ന് ഞാൻ കാണിക്കൂല, ഞാൻ പിടിച്ചു നിൽക്കും. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യന്റെ അവസ്ഥ മനസ്സിലായി? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ബോധമില്ലാത്ത കളി കളിക്കരുത്. അപ്പോ ആ ഒരു ചിന്താശക്തി, കറക്റ്റ്, എക്സാക്ട്ലി അമ്മ, ആ ചിന്താശക്തി മനുഷ്യൻ ഉപയോഗിക്കില്ല. അഹങ്കാരത്തോടു കൂടി കളിക്കും. മനുഷ്യർക്ക് ഓൾറെഡി ഭഗവാൻ എന്ത് നൽകിയിട്ടുണ്ട്? നല്ലതും ചീത്തയും വേർതിരിച്ചറിഞ്ഞ് ചിന്തിക്കാനുള്ള ബുദ്ധിയും ബോധവും നൽകിയിട്ടുണ്ട്. പക്ഷെ ചെയ്യില്ല. എങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാം, ഇതാലോചിച്ചാണ് മനുഷ്യൻ നടക്കുന്നത്. ഇന്റലിജൻസ്, സത്യം, അവർ പർപ്പസ് ഓഫ് ലൈഫ്, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. പക്ഷെ അത് മനുഷ്യൻ ചെയ്യില്ല. അപ്പുറത്ത് നടക്കുന്ന അല്ലെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തി, സമയം കണ്ടെത്തി നമ്മൾ അതിന്റെ പിന്നാലെ പോകും. ഇത് ഒരു വലിയ കർമ്മ ദുരിതമായി നമുക്ക് മാറും. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് വലിയൊരു ദുരിതമായി നമുക്ക് തന്നെ തിരിച്ചടിയായി വരും. അതുകൊണ്ട് ഒരിക്കലും ആരെക്കുറിച്ച് ഫോൺ വിളിച്ച് പറയാനിരുന്നാലും, ആരെക്കുറിച്ച് സംസാരിക്കാൻ ഒരു 4 പേര് കൂടുന്ന സ്ഥലത്ത് അവസരം കിട്ടിയാലും പറയാൻ നിൽക്കരുത്. ക്ഷമിക്കണം, എനിക്ക് സമയമില്ല, പിന്നെ കാണാം എന്നും പറഞ്ഞൊരു പോക്കങ്ങ് പോവാം. കാരണം എന്താ? നമുക്കൊരു കർമ്മഫലം വേണ്ട. പ്രത്യാഘാതങ്ങൾ വളരെ ശക്തമായിരിക്കും.
നമ്മൾ നമ്മുടെ കാര്യം മാത്രം പറയാം, നമ്മൾ നമ്മുടെ കാര്യം മാത്രം കേൾക്കുക, നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. വിശക്കുന്നവനുണ്ടോ ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവനുണ്ടോ വെള്ളം കൊടുക്കുക, ഇടാനില്ലാത്തവനുണ്ടോ വസ്ത്രം കൊടുക്കുക, പോവുക. നമ്മൾ ഒരാളെ കാര്യത്തിലും ഇടപെട്ട് ആരുടെ കുറ്റവും കുറവും പറയണം. അതിലേറെ കുറ്റവും കുറവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരും പെർഫെക്റ്റ് അല്ല, ഒരാളും പെർഫെക്റ്റ് അല്ല. ക്ലിയർ? എടുത്താ പൊങ്ങാത്ത ഭാരം നമ്മുടെ തലയിലുണ്ട്, ഇല്ലേ? എടുത്താൽ പൊങ്ങാത്ത ഭാരം ഏതവസ്ഥയിൽ നോക്കിയാലും ഉണ്ട്. പിന്നെ എന്തിനാ വല്ലവരും കുറ്റം പറയാൻ പോണേ? അയ്യോ ഞാൻ പറഞ്ഞില്ലേ, അവര് പറയുമ്പോ കേട്ടതാ. ഇന്ദ്രിയങ്ങൾ നമ്മളെ വഴിതെറ്റിക്കും. ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല, ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. മിണ്ടുന്നതിനേക്കാൾ പാപമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ സമയം വേസ്റ്റ് ചെയ്യരുത്. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവരുണ്ടെങ്കിൽ കല്ലെടുത്തെറിയൂ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കണക്റ്റ് ആയി വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എല്ലാവരോടെ കല്ല് താഴെ ഇട്ട്. കാരണം എല്ലാവരും പാപം ചെയ്തവരാണ്. പറയാനും നിൽക്കരുത്, കേൾക്കാനും നിൽക്കരുത്, മറുപടി കൊടുക്കാനും നിൽക്കരുത്. പറയാം, എനിക്ക് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഇനി ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടി കേട്ടിട്ട് എന്ത് കാര്യം? ജപിച്ചു കൂട്ടിയതും പ്രാർത്ഥിച്ചതും എല്ലാം വേസ്റ്റ് ആയിപ്പോ. എൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും വിളിച്ച് എന്താ പറയാ, മതജി വീട്ടില് അവരിങ്ങനെ ചെയ്ത, അപ്പൊ ഞാൻ പറയല എന്താ അറിയോ, നമുക്ക് ആരും തിരുത്താൻ പറ്റില്ല. നമുക്ക് എങ്ങനെ തിരുത്താം? നമ്മളെങ്ങനെ സ്വയം മാറാം? അത് മാത്രം ആലോചിച്ചാൽ. പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും, അത് നിർത്താൻ നമുക്ക് സാധിക്കൂല, ഒരിക്കലും സാധിക്കില്ല. എന്നെ കൊണ്ടും സാധിക്കില്ല, നിങ്ങളെ കൊണ്ടും സാധിക്കില്ല. നമുക്ക് സ്വയം മാറാൻ സാധിക്കും, അല്ലേ? നമുക്ക് മാറാലോ. പറയണവര് പറയട്ടെന്നേ, നമുക്ക് മാറാം. എങ്ങനെ മാറാം? പ്രതികരണം കുറച്ചിട്ട് മാറാം. ഒരാൾ നിന്ന് പൊരുതാണ്, തിരിച്ചു നമ്മളും പൊരുതാണെങ്കിൽ പിന്നെ അവിടെ കർമ്മഫലം രണ്ടു കൂട്ടരും അനുഭവിക്കാം. പൊരുതാനും നിൽക്കണ്ട, കേൾക്കാനും നിൽക്കണം, മിണ്ടാതിരിക്കുക. അവർ പറയുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ ഉള്ളിൽ ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെയും അവരുടെയും ഇടയിൽ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാന്നിധ്യം വരും. കാരണം കലിയുഗത്തിൽ നാമമാണ് വലുത്. ഭഗവാൻ പറയുന്നു, കൃതയുഗത്തിൽ യജ്ഞത്തിലുണ്ടെങ്കിൽ കലിയുഗത്തിൽ ഭഗവാൻ നാമത്തിലുണ്ടെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാമ 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 രാമാന്ന് ജപിക്കൂ എന്ന് പറയുന്നത്. ആ നാമത്തിൽ ഈശ്വരനുണ്ട്. അപ്പൊ നമ്മളോടൊരാൾ വഴക്കിടാണേലും, നമ്മളോടൊരാൾ ബഹളം കൂട്ടുകയാണെങ്കിലും, നമ്മളെ ഒരാൾ ചീത്ത വിളിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ. നമ്മൾ ഈശ്വരനെ മുറുകെ പിടിക്കുക. അപ്പൊ ഈശ്വരൻ ആ നാമത്തിൽ അവിടെ സമീപസ്ഥനാവും. ആരാണോ ഈശ്വരന്റെ നാമം ജപിക്കുന്നത്, ആ നാമത്തിൽ ഈശ്വരൻ വന്ന് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് നിന്ന് ഈ ബഹളം കൂട്ടുന്ന വ്യക്തിയെ ഈശ്വരൻ നോട്ട് ചെയ്യും. അവനുള്ള കർമ്മഫലം ഈശ്വരൻ എണ്ണി എണ്ണി കൊടുക്കും. നമ്മൾ കൊടുത്താൽ കുറഞ്ഞു പോകും. ഈശ്വരൻ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കും. അവിടെയാണ് ഇനിയും ഒരു കോട്സ് വരുന്നത്. എന്താണ് ആ കോട്സ്? ഖുർആനിലോ ബൈബിളിലോ പറയുന്നു, പ്രതികാരം നിന്റേതല്ല, അതെന്റേതാണ്. നീ കൊടുത്താൽ കുറഞ്ഞു പോകും, ഞാൻ കൊടുത്താൽ കൃത്യതയോടെ കൊടുക്കുന്നു. അത് ബൈബിളിലാണോ ഖുർആനിലാണോ എന്നറിയില്ല. ഈ 3 ഗ്രന്ഥങ്ങളും വിരൽ ചൂണ്ടുന്നത് ഒരേ സത്യത്തിലേക്കാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരേ സത്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 3 വ്യത്യസ്തമായ ഭാഷാ രീതികളിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഈശ്വരനാമം മുറുകെ പിടിക്കുക. പറയുന്നവൻ ആരായാലും പറഞ്ഞോട്ടെ, അച്ഛൻ പറഞ്ഞോട്ടെ, അമ്മ പറഞ്ഞോട്ടെ, മക്കള് പറഞ്ഞോട്ടെ, മരുമക്കള് പറഞ്ഞോട്ടെ, ഭർത്താവ് പറഞ്ഞോട്ടെ, ഭാര്യ പറഞ്ഞോട്ടെ, അയൽവക്കക്കാര് പറഞ്ഞോട്ടെ, ആരും പറഞ്ഞോട്ടെ, നിശബ്ദമായി നാമം ജപിക്കുന്നുണ്ടോ, അവന്റെ കൂടെ ഈശ്വരൻ ഉണ്ട്. ആ സമയത്ത് ആ ഈശ്വരൻ കൃത്യമായി കൊടുക്കേണ്ടത് കൊടുത്തിരിക്കും. എന്താ നിന്റെ വായിക്കകത്ത് കൊഴുക്കട്ടയാണോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം, ഈശ്വര നാമമാണ്. ഓ വലിയ സന്യാസി വന്നിരിക്കുന്നു, ചിരിച്ചു തള്ളണം. നീ എടുക്കുന്ന ഓരോ വാക്കുകൾക്കും നീ എണ്ണിക്കോ, നിന്റെ നാവിൽ വന്നിരിക്കുന്ന ഓരോ വാക്കുകൾക്കും ഈശ്വരൻ മറുപടി തരാൻ കാത്തിരിക്കുന്നുണ്ട്. അതേത് രീതിയിൽ തരുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. കിട്ടുമ്പോ നിനക്ക് കാണാക്കാറ്റം കിട്ടും. നീ പറഞ്ഞ് മറന്നു പോയത് പോലും ഈശ്വരൻ ഓർമ്മപ്പെടുത്തി തരും, നിനക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സാക്ഷാൽ ഭഗവാൻ നമ്മുടെ ഈ മഹാഭാരതത്തിന്റെ തുടക്കം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാണ്ഡവന്മാർ അനുഭവിച്ച ഓരോ വേദനകളെയും കൗരവന്മാരോട് ഭഗവാൻ കൃഷ്ണൻ നിന്ന് എണ്ണി 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 ചോദിച്ചിട്ടുണ്ട് ഭഗവാൻ, ഇല്ലേ? നമ്മൾ പഠിച്ചതല്ലേ?
എണ്ണി എണ്ണി ചോദിച്ചിട്ടുണ്ട് ഭഗവാൻ. അതേപോലെ നിങ്ങളെ പറഞ്ഞ ഓരോ വ്യക്തികളോടും ഭഗവാൻ എണ്ണി 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 ചോദിക്കും. ഒരു സംശയവും ഇല്ല. 100% ചോദിച്ചിരിക്കും. ചോദിക്കുന്നത് മാത്രമല്ല, കലിയുഗത്തിന് ഇനി ഒരു പ്രത്യേകതയുണ്ട്. ചോദിച്ച് ഭഗവാൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തന്നെ കാണിച്ചു തരും. സംശയമില്ലാത്ത കാര്യം. എഴുതി വെച്ചോ, നിങ്ങൾ ഈ നേരവും സമയവും എഴുതി വെച്ചോ. ഭഗവാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു തരും. നിന്നോട് ചെയ്തതിന് കണക്ക് ഞാൻ ചോദിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. നീ തെറ്റ് ചെയ്യാതെ എന്നെ ഓർത്ത് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ നീ ഒട്ടും ഭയപ്പെടേണ്ട. നിന്നോട് ചെയ്ത ദ്രോഹത്തിന് ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട് എന്ന് ഭഗവാന്റെ നാമത്തിലൂടെ നമ്മളോട് പറയുകയാണ്. ഒരിക്കലും ഭഗവാൻ എന്ത് ചെയ്യില്ല? അധർമ്മത്തെ വളരാൻ വിടില്ല. ഒരിക്കലും വിടില്ല ഭഗവാൻ. അധർമ്മിയായ ഒരു വ്യക്തിയെയും ഭഗവാൻ എന്ത് ചെയ്യില്ല? വളരാൻ വിടില്ല. അത് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമ്മൾ ചോദ്യം ചെയ്യരുത്. നമ്മൾ വിട്ടുകൊടുക്കണം. വിട്ടുകൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പൊയ്ക്കോളാൻ പറയണം. നിനക്കുള്ളത് ഈശ്വരൻ തരുന്നു പറയണം. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മളായിട്ട് ചോദ്യം ചെയ്യണ്ട. നമ്മൾ ചോദ്യം ചെയ്താൽ ഞാൻ ഉറപ്പ് തരാൻ കുറഞ്ഞു പോകും. ഈശ്വരൻ ചോദ്യം ചെയ്യുമ്പോണ്ടല്ലോ, അത് കറക്റ്റായിട്ട് ചോദിക്കും. ആ ധർമ്മത്തെ ഭഗവാൻ നിലനിർത്തും. അധർമ്മത്തെ ഭഗവാൻ വളർത്തൂല. ഭഗവാൻ വരും. ഈ വാക്ക് ഭഗവാൻ വെറുതെ പറഞ്ഞതല്ല, സത്യമായിട്ട് പറഞ്ഞ വാക്കാണ്. നിങ്ങൾ എഴുതി വെച്ചോ. ഇത്ര നാളും നിങ്ങളുടെ കണ്ണിൽ നിന്ന് നിങ്ങൾ ചെയ്യാത്ത തെറ്റിനൊരു കണ്ണുനീര് വന്നിട്ടുണ്ടെങ്കിൽ, അതേത് കൊല കൊമ്പത്തിരിക്കുന്ന പണക്കാരനായാലും ശരി, എത്ര വലിയ ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്നവനാണെങ്കിലും ശരി, അവന്റെ മുട്ട് സാക്ഷാൽ ഭഗവാന്റെ മുമ്പിൽ മടക്കിയിരിക്കും. മടക്കുന്ന ദിവസം നിങ്ങളുടെ മുമ്പിൽ ഭഗവാൻ കാണിച്ചു തരും. അതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. അതാണ് പാണ്ഡവർക്ക് മുമ്പിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തത്. അത് ഭഗവാൻ നിങ്ങളുടെ മുമ്പിലും കാണിച്ചു തരും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? അതും നമ്മൾ തന്നെ കാണണം. നിശ്ചയമായിട്ടും കാണണം. അത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ച് പ്രവർത്തിക്കണം. നമുക്ക് തിരിച്ചടിയായി മാറരുത് ഒരു കാര്യം. നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കണം. അതിന് വേണ്ട വിശേഷ ബുദ്ധി നൽകിയിട്ടാണ് ഭഗവാൻ നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്. മനസ്സിലാവും? അതിന് വേണ്ട വിശേഷ ബുദ്ധി നമുക്ക് ഭഗവാൻ നൽകിയിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. തപസ്സാണ് എല്ലാ ജീവികളുടെയും ഗുണത്തിന് എന്താണ്? മലയാളം. വാട്ട് ഈസ് ലാംഗ്വേജ്? മലയാളം. തപസ്സാണ് എല്ലാ ജീവികൾക്കും ഗുണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്ന് കരുതി നമ്മള് തപസ് ചെയ്യണോ? കാട്ടിന്റെ ഉള്ളിൽ പോയി എനിക്ക് ഭാര്യ വേണ്ട, എന്താ പറയാ, നമ്മൾ ആരോടും വൈരാഗ്യം വെക്കേണ്ട. അതാ ഞാൻ പറയാം, സമസ്തവും ഈശ്വരനിലേക്ക് വിട്ടുകൊടുക്കുക. ആരോടും വൈരാഗ്യം വെക്കേണ്ട. ചിരിച്ചുകൊണ്ട് പിൻവാങ്ങാം. മനസ്സിലാവില്ലേ? അപ്പോ തപസ്സാണ് എല്ലാ ജീവികൾക്കും ഗുണത്തിന് അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ആ തപസ് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത്? നമുക്ക് ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, കുടുംബം വേണ്ട, കുട്ടികൾ വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാണോ ചെയ്യേണ്ടത്? അല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജപിക്കുക. അതാണ് നമ്മുടെ തപസ്. അതെ, എവിടെ ധർമ്മമുണ്ട് അവിടെ വിജയമുണ്ട്. അപ്പോ നമ്മള് ജപിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ തപസ് എന്താണെന്നറിയോ? രാവിലെ ആവുന്നു, എഴുന്നേൽക്കുന്നു, നമ്മൾ ചെയ്യേണ്ട കൃത്യമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. നമ്മളെ ആരൊക്കെ, നീ ഉണ്ടാക്കിയ ഭക്ഷണമേ വേണ്ടാന്ന് ചില സമയത്ത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മായിയമ്മയോ അമ്മായിയപ്പനോ ഭർത്താവോ ഒക്കെ പറയും. കഴിക്കണ്ട എന്ന് കരുതി ഉണ്ടാക്കി വെക്കണ്ട. ഉണ്ടാക്കി വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ കഴിക്കട്ടെ, വേണ്ടേ കഴിക്കണ്ട. ചില അമ്മായിയമ്മമാർ എന്ത് ചെയ്യുന്നറിയോ? ഈ മരുമക്കൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വരെ എടുത്ത് കളയും. ഭക്ഷണ സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയും. ആ കളഞ്ഞ ഭക്ഷണം കിട്ടാൻ വേണ്ടി മാസങ്ങളോളം പട്ടിണി കിടന്ന് നരകിക്കുന്ന ഒരു ജന്മം അവർക്ക് ഈശ്വരൻ കരുതി വെച്ചിട്ടുണ്ട്. ഉറപ്പാ.
നമ്മൾ കളയുന്ന ഓരോ ഭക്ഷണത്തിനും നമ്മൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ജന്മം ഈശ്വരൻ നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജന്മമേ പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ എനിക്ക് മതിയായേ ഭഗവാനേ എന്നെ എടുത്തോളൂ. ഭഗവാൻ എടുക്കും, തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. എന്നിട്ട് ഭഗവാൻ പറയും, നീ അന്ന് കളഞ്ഞ ഭക്ഷണമായിരുന്നു അത്, ആ ഭക്ഷണം കിട്ടാൻ നീ ഇത്രയും പട്ടിണി കിടക്കണം എന്ന് പറയും. താങ്ക് യു സർ, ശുഭരാത്രി. അപ്പോ ആ ഭക്ഷണം കിട്ടാൻ നീ ഇത്രയും പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞ് ആ കളഞ്ഞ ഭക്ഷണത്തിന്റെ വില നമ്മൾ അറിയിച്ചിട്ട് അതേ ഭക്ഷണം തന്നെ നമുക്ക് ഭഗവാൻ നമ്മുടെ കയ്യിലെത്തിക്കും. അതാണ് കർമ്മഫലം. മനസ്സിലായില്ലേ? നമ്മൾ ഒരാളെ ഒരുപാട് തെറി വിളിച്ചു എന്ന് കരുതാം, സഹിക്കാൻ പറ്റാത്ത തെറി പറഞ്ഞാൽ ഈ പറഞ്ഞ തെറിയെല്ലാം ഇനി ഒരാളെ വായെന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. ഉറപ്പായിട്ടും കേൾക്കേണ്ടി വരും, നിശ്ചയമായിട്ടും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആരെയും നമുക്ക് അസഭ്യം പറയാനുള്ള ഒരവസ്ഥയില്ല, ഒരു പെർമിഷൻ ഇല്ല നമുക്ക്. ഇപ്പോ നമ്മൾ നിസ്സഹായരായിട്ട് നമ്മുടെ മക്കളെയോ മരുമക്കളെയോ പേരക്കുട്ടികളെയോ ആരെങ്കിലും തെറി വിളിച്ചാൽ അവർക്കൊരു പക്ഷെ തിരിച്ചു പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. പക്ഷെ നീ എഴുതി എണ്ണി വെച്ചോ, ഇത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാണുന്നുണ്ട്. കാരണം ആർക്കും ആരെയും അസഭ്യം പറയാനുള്ള ഒരു പെർമിഷൻ ഈശ്വരൻ നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് മഹാഭാരതത്തിൽ വിശേഷ ബുദ്ധി നൽകിയിട്ടാണ് ആത്മാക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ തെറിയെല്ലാം നീ നാളെ പച്ചയ്ക്ക് നിന്ന് കേൾക്കേണ്ട ഒരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. അത് ഈ പറഞ്ഞ വ്യക്തികളോടായിരിക്കില്ല, വേറെ ആൾക്കാരോടായിരിക്കും. അതാണ് കർമ്മഫലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ്, സാത്വിക മനോഭാവത്തോടെ മുന്നോട്ട് ജീവിക്കണം. ജീവിച്ചേ പറ്റൂ. ഇല്ല എങ്കിൽ പണി പാലും വെള്ളത്തിൽ നമുക്ക് വേറെ കിട്ടാനുണ്ട്. എത്ര ഈശ്വരനെ വിളിച്ചിട്ടും കാര്യമില്ല, എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടിന വേണം. നീ എന്ത് ചെയ്തോ അത് നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കും, ഉറപ്പാ. തപസ്സിന്റെ വേരുകൾ ശമവും ദമവുമാണ്. മനസ്സിലാവുന്നത്? അതായത് ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണമാണ് തപസ് എന്നാണ് പറയുന്നത്. കർമ്മ ഈസ് ബൂമറാങ്. സത്യം, റിട്ടേൺ ആണ്. റബ്ബർ പന്ത് അടിച്ച പോലെയാണ് നമുക്ക് തിരിച്ചു വരിക കർമ്മ. അറിയാമോ? അപ്പൊ ഇവിടെ പറയുന്നു, ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണമാണെന്ത്? തപസ് എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അതെന്തായി? തപസ്സായി. അപ്പൊ ഇന്ദ്രിയങ്ങളെ നമ്മൾ എങ്ങനെയാ നിയന്ത്രിക്കുക? തപസ്സിലൂടെ നമ്മൾ എങ്ങനെയാ നിയന്ത്രിക്കുക ഇന്ദ്രിയങ്ങളെ? നമ്മുടെ നല്ല വാക്ക്, നല്ല പ്രവൃത്തി, അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചാടിക്കേറി ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് നമ്മൾ അസഭ്യം വിളിച്ചു പറയലല്ല ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത്. അയ്യോ ഞാൻ ചായ കുടിക്കില്ല, ഞാൻ കാപ്പി കുടിക്കില്ല, ഞാൻ നോൺ വെജ് തൊടേയില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തികച്ചും ബ്രാഹ്മണ രീതിയിൽ ജീവിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ കാ മാ പാ കീ കൂ കാ ചില്ലക്ഷരങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ അതൊരിക്കലും തപസ്സുമല്ല, ദമവുമല്ല, ശമവുമല്ല. അതെന്തായി? കർമ്മ ചോദിച്ചു വാങ്ങുന്നതാണ്. മനസ്സിലാവണ്ടോ? ഇതെല്ലാം ചെയ്തിട്ട് ദിവസവും ഞാൻ അമ്പലത്തിൽ പോവും, ഞാൻ ദിവസവും വിളക്ക് വെക്കും, ഞാൻ ദിവസവും അഷ്ടോത്തരം ജപിക്കും, ഞാൻ നോൺ വെജ് വായിൽ വെച്ചിട്ടേ ഇല്ല, വെക്കേ ഇല്ല. പക്ഷെ വായെന്ന് വരുന്നത് നോൺ വെജിനേക്കാൾ വലിയ വെജാണെങ്കിൽ തീർന്ന് കഥ, അവിടെ തീർന്ന്. അത്ര കാലവും മുന്നോട്ട് കൊണ്ടുപോയ ലൈഫ് മുഴുവൻ എന്തായി? ഭഗവാൻ ഉരുട്ടി കെട്ടി വെക്കും. നിന്റെ നാവ് ഞാൻ അടക്കി തരാൻ പറയും. മനസ്സിലാണ്? അടക്കി തരും ഭഗവാൻ, ഉറപ്പാണ്. അപ്പൊ കളി ആരോടും കളിക്കാം, ആ ഭഗവാനോട് കളിക്കണ്ട. ഓരോ നിമിഷവും ഭഗവാൻ എണ്ണി 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 വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ ചിന്ത ഇനി എല്ലാം വിട്. ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ നമ്മൾ കാണിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും എല്ലാവർക്കും, പബ്ലിക്കിനടക്കം കാണാൻ പറ്റും. പക്ഷെ ഈശ്വരൻ വേറൊരു സ്ഥലത്തേക്കും കൂടി നോക്കും. ദാ ഇവിടേക്കും കൂടി ഈശ്വരൻ നോക്കും. ചിരിച്ചുകൊണ്ട്, ബിന്ദു മോളെ സുഖായിരിക്കുന്നു നിനക്ക്, നീ നന്നായിരിക്കും മോളെ, നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ, മനസ്സിലാണെങ്കിൽ എടീ നിന്നെ ഞാൻ ശരിയാക്കി തരാടി, നീ ദുഷ്ടയടി, നീ നാശിച്ചു പോവുള്ളടി എന്നൊക്കെ മനസ്സിൽ പറയുമ്പോ പുറമേയുള്ള ഈ ചിരിയാണ് നമ്മളെല്ലാം കാണുന്നത്. പക്ഷേ ഈശ്വരൻ ഹൃദയം കാണുന്നുണ്ട്. അപ്പൊ ഈശ്വരൻ പറയും, പുറമെ ചിരിച്ചിട്ട് ഉള്ളില് നീ അണപ്പല്ലോണ്ട് അരയ്ക്കുന്നോടി, നിനക്കുള്ളത് ഞാൻ തരാൻ പറയും. മനസ്സിലാവണ്ട? അതാണ് ഭഗവാന്റെ ലീല എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? തൊട്ടപ്പുറത്ത് അയൽവക്കക്കാര് തമ്മിൽ സംസാരിക്കുമ്പോ, അയ്യോ പാവം ചേച്ചി എന്തൊരു സ്നേഹാന്നറിയോ,
ചേച്ചി വിഷമിക്കണ്ട കേട്ടോ, ചേച്ചി സമാധാനമായിട്ടിരിക്കും എന്ന് പറയും. മനസ്സിലാണെങ്കിലും നിനക്ക് അങ്ങനെ വേണോടി, നീ അതന്നെ അനുഭവിക്കണം, നീ എന്നോടൊന്നും അങ്ങനെ കാണിച്ചില്ലേ. ഇത് മനസ്സിൽ പറയുന്നത്. ഇതാര് കാണുന്നുണ്ട്? ഈശ്വരൻ കാണുന്നുണ്ട്, ഭഗവാൻ കാണുന്നുണ്ട്, കാണാതിരിക്കുന്നില്ല. അത് നമ്മൾ ഓർക്കണം. നമ്മുടെ ചിന്ത അത് ഈശ്വരൻ അളക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ആത്മാവിന്റെ ഒപ്പം പരമാത്മാവായി ഈശ്വരന് കുടികൊള്ളാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുണ്ടോ? സാധിക്കും. അദ്ദേഹം അറിയുന്നുണ്ട്. അപ്പോ മനസ്സെന്ന് പറയുന്നത് നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ നമ്മൾ വലിയ മറുപടി ഭഗവാന് കൊടുക്കേണ്ടി വരും. മനസ്സിലായില്ലേ? മനസാ വാചാ കർമ്മണ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്തിനാ മനസ്സിനെ കൂട്ടുപിടിക്കുന്നത്? വാചാ കർമ്മണ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? വാക്കുകൾ കൊണ്ടും കർമ്മം കൊണ്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പോരെ? എന്തിന് മനസ്സിനെ കൂട്ടുപിടിക്കുന്നു ആ വാക്കിൽ? ഇവിടെയാണ് നമ്മൾ ആ വാക്കിന്റെ ഡെപ്ത് മനസ്സിലാക്കേണ്ടത്. മനസാ വാചാ കർമ്മണ, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഈ 3 കാര്യങ്ങൾ നമ്മൾക്ക് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ 3 കാര്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇല്ല എങ്കിൽ വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും നീ തെറ്റ് ചെയ്യണ്ട. നീ മനസ്സുകൊണ്ട് ചെയ്യുന്ന തെറ്റുണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണ്? ഭഗവാൻ. നമ്മൾ മനസ്സിലാക്കണം ആ കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ദ്രിയ നിയന്ത്രണം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഏത് സൈഡിൽ നിന്ന് അടി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ അടി ഈശ്വരന്റെ അടിയാണ്. അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. ഇനി എന്താ പറയണത്? തപസ് കൊണ്ട് നേടാൻ വയ്യാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. തപസ് കൊണ്ട് നമുക്ക് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല, സർവ്വതും നേടാൻ സാധിക്കും. അതിന് ഇന്ന് തന്നെ കാവ്യ കൊടുത്ത് ഒരു കെട്ടും കെട്ടി നമ്മൾ കാട്ടിപ്പോണ്ട കാര്യമില്ല. ഇരിക്കണോടത്തിരുന്നിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തപസ് ചെയ്യാം. എങ്ങനെ തപസ് ചെയ്യാൻ പറ്റും? ഗുഡ് നൈറ്റ് പ്രഭു. എങ്ങനെ തപസ് ചെയ്യാൻ പറ്റും? ജപിച്ചുകൊണ്ട്, ഹൃദയത്തിൽ ഈശ്വരനെ സ്ഥാപിച്ച് ജപിച്ചുകൊണ്ട് തപസ് ചെയ്യാൻ പറ്റും. ജപമാണ് തപസ്. മനസ്സിലായില്ലേ? അപ്പോ ആ ജപത്തെ നമ്മൾ എന്ത് ചെയ്യണം? തപസ്സായി കാണണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? അപ്പോ ഞാൻ അന്നദാനം ചെയ്യണം, ആരുമല്ല പ്രഭു. അന്നദാനം മഞ്ജരീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ടാൽ അറിയാൻ പറ്റും. അപ്പോ ആ തപസ്സാണ് നമുക്ക് എന്ത്? നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ തപസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഉയർന്നു വരാൻ ശ്രമിക്കണം. തപസ് ഒരുപാട് ജപിക്കുന്ന വ്യക്തികൾക്ക് എന്താ കിട്ടുകയെന്നറിയോ? ഭയങ്കര ക്ഷമ കിട്ടും. ഒരുപാട് ജപിച്ച് 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 പോകുമ്പോൾ അവരിൽ ഇങ്ങനെ ഈശ്വരന്റെ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞു 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 വരും. അത് നമ്മുടെ മുഖത്ത് വരെ റിഫ്ലക്ട് ചെയ്യും. മനസ്സിലായേ? നമ്മുടെ മുഖത്ത് വരെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. നമ്മുടെ കണ്ണുകളിൽ ആ റിഫ്ലക്ഷൻ ഉണ്ടാവും. ശ്രമിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. നല്ല തേജസ് വരും ഈ ജപിക്കുന്ന വ്യക്തികളുടെ ഫേസിലൊക്കെ. നമ്മൾ കാണാറില്ലേ യോഗികൾ, ഋഷിവര്യന്മാർ, അവരൊക്കെ എവിടെയും ഒന്നും ചെയ്യും, പക്ഷെ അവർക്ക് ഭയങ്കര ഒരു അട്രാക്ഷനാണ് അവരുടെ മുഖത്ത്. അതേപോലെ ജപം കൂടുന്തോറും നമ്മൾ ഈശ്വരിലേക്ക് ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്തടുത്ത് പോകും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളോട് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവരെ വേദനിപ്പിച്ചാൽ അവര് ക്ഷമിക്കും, ഭഗവാൻ ക്ഷമിക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജീവിതത്തിൽ ജപം കൂട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കുന്നേ. നമുക്ക് പൊതുവെ ജപിക്കേണ്ടത് നമ്മുടെ വൈഷ്ണവ ഇത് വെച്ചിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം. എങ്കിലും ചിലവർക്ക് ഓം നമ ശിവായ ജപിക്കാൻ ഇഷ്ടമായിരിക്കും, ഓം ഗംഗണപതേ നമഃ എന്ന് ജപിക്കാൻ ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ ഓം ശ്രീമാത്രേ നമഃ എന്ന് ജപിക്കാൻ ഇഷ്ടമായിരിക്കും. വാട്ട് എവർ നിങ്ങൾ ജപിക്കൂ, സർവ്വതും ഈശ്വരനിലേക്കാണ് പോകുന്നത്. എല്ലാം ഭഗവാനിലേക്കാണ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ജപിച്ച് 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 നമ്മൾ നമ്മുടെ പുണ്യം കൂട്ടിയെടുക്കണം. ജപം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? നമ്മുടെ കർമ്മഫലത്തെ കുറയ്ക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോ ഒരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിയിൽ കുറച്ച് ഉപ്പ് കൂടിപ്പോയി. നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യും? അതിന് തക്കതായിരിക്കുന്ന ഒന്നും കൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് ഒന്നും കൂടി നമ്മൾ എന്താ ചെയ്യുക? ഒന്നും കൂടി ഇതാക്കും, അല്ലെ? അങ്ങനെ നമ്മൾ മുന്നോട്ട് 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 നമ്മൾ ആ കറിയെ നമുക്ക് പറ്റിയ രീതിയിലോട്ട് എരിവും പുളിയൊക്കെ കറക്റ്റ് ചെയ്തെടുക്കും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ജപിച്ച് 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 നമ്മുടെ പുണ്യത്തെ കൂട്ടണം.
അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്തു പോയ, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ സമസ്താപരാധങ്ങളും, മനസാ വാച കർമ്മണ നമ്മൾ ചെയ്തു പോയ സമസ്താപരാധങ്ങളുടെയും കാഠിന്യം കുറയും. മനസ്സിലാവുന്നല്ലോ? കാഠിന്യം കുറയും. കാഠിന്യം കുറഞ്ഞു വരുമ്പോൾ എന്തായി? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എളുപ്പമായി. വേദനകൾ ഉണ്ടാവില്ല, ദുഃഖങ്ങൾ ഉണ്ടാവില്ല, ഒറ്റപ്പെടൽ ഉണ്ടാവില്ല, ഒരു ധൈര്യം കിട്ടും നമുക്ക്. ആ ധൈര്യം എവിടുന്ന് ലഭിക്കുന്നതാ? ഈശ്വരനിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആ ഈശ്വരനാണ് നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ ഈശ്വരൻ മാത്രമായിരിക്കും നമുക്ക് എന്നും കൂട്ടായിരിക്കും. അല്ലാതെ നമ്മൾ പ്രസവിച്ച മക്കൾ ഉണ്ടാവില്ല, നമുക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരുണ്ടാവില്ല, കൂടെ പിറന്ന സഹോദരങ്ങൾ ഉണ്ടാവില്ല, ചങ്കോട് ചങ്കായി കൂട്ടുപിടിച്ച കൂട്ടുകാരുണ്ടാവില്ല. ഇവരെല്ലാവരും നമ്മളെ വിട്ടിട്ട് പോവും. ഒരു സമയം അല്ലെങ്കിൽ മറ്റൊരു സമയം എല്ലാവരും അവരവരുടെ കാര്യം നോക്കി പോവും, ഇല്ലേ? കണ്ണേ പാലേ തേനേന്ന് വളർത്തിയ എന്റെ അച്ഛനും അമ്മയും നാട്ടിൽ ഇരിക്കുന്നു, ഞാൻ എവിടെ ഉണ്ട്? ചെന്നൈയിലിരിക്കുന്നു. ഈ പറയുന്ന ഇപ്പൊ സമയം എത്രയായി? ഇപ്പൊ 9:44 9:44 ഈ സമയത്ത് 10 മണിക്ക് എന്റെ അച്ഛനൊരു ചായ വേണമെങ്കിൽ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നാളെ ഒരു പക്ഷേ ചെന്നിട്ട് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഈ ദിവസം രാത്രി 10 മണിക്ക് ഒരു ചായ എന്റെ കൈകൊണ്ട് അച്ഛന് വേണമെന്ന് ആഗ്രഹിച്ചാൽ കിട്ടുമോ? കിട്ടില്ല. കാരണം എന്താ? സാഹചര്യം. അത്രയും ചിന്തിച്ചാൽ മതി. ചായ പോട്ടെ, ഒരു ഗ്ലാസ് വെള്ളം വേണം തോന്നി എടുത്തു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആരും ആർക്കും ശാശ്വതമല്ല. നമുക്ക് ശാശ്വതമായിരിക്കുന്നത് സാക്ഷാൽ ഈശ്വരൻ മാത്രമാണ്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മൾ ശാശ്വതമല്ലാത്ത ഒരു ജീവിതത്തെ മുന്നോട്ട് നയിക്കരുത്. ഈശ്വരൻ മാത്രമാണ് നമുക്ക് ശാശ്വതമായിരിക്കുന്നത്. ബാക്കിയെല്ലാം എന്താണ്? നശ്വരമാണ്. എല്ലാ ബന്ധങ്ങളും നശ്വരമാണ്. അനശ്വരമായിരിക്കുന്നത് ഈശ്വരൻ മാത്രമാണ്. അപ്പൊ ആ ഈശ്വരനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മുറുകെ പിടിക്കേണ്ടത്. മനസ്സിലായില്ലേ? അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഇവിടെ പറയുന്നു, തപസ് കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സൃഷ്ടികർത്താവായ ഈശ്വരനുമായി ഐക്യം പ്രാപിക്കുവാൻ കൂടി തപസ് സഹായിക്കുന്നു. സൃഷ്ടികർത്താവായ ഈശ്വരനുമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ നമുക്ക് ഈ ഒരു തപസ് കൊണ്ട് നമുക്ക് സാധിക്കും. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ എപ്പോഴും ജപിക്കുകയും വായിക്കുകയും സത്സംഗങ്ങൾ കേൾക്കുകയും ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുകയും പൂജ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനുമായിട്ടൊരു ആത്മബന്ധം വരും. ആത്മബന്ധം വരുമ്പം എല്ലാ ചീത്ത ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും. മനസ്സിലായില്ലേ? അതല്ല എങ്കിൽ നമ്മൾ മോശം ഗുണത്തിൽ തന്നെ ജീവിക്കുക. അപ്പൊ ഈശ്വരൻ നമ്മളെ സഹായിക്കില്ല, ഒരിക്കലും സഹായിക്കില്ല. മോശം സ്വഭാവങ്ങളും ഗുണങ്ങളും എല്ലാം ജീവിതത്തിൽ നിന്ന് പുറത്തെടുത്തിട്ടാലേ ഈശ്വരൻ നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ സഹായിക്കില്ല. നമ്മൾ ഇതിനെല്ലാം പുനർജനിച്ച് വീണ്ടും നമ്മൾ കഷ്ടതകൾ അനുഭവിക്കണം. മനസ്സിലാവുന്നു? കൃതയുഗത്തിലാണ് തപസ് കൊണ്ട് ശ്രേയസ് നേടുന്നവർ അധികം ഉണ്ടാവുന്നത്. അത് മറ്റേ തപസ്. സത്യയുഗത്തിലാണ് ഒരുപാട് മഹർഷിമാരുണ്ടാവുന്നത്. അപ്പൊ ആ തപസ് കൊണ്ട് സത്യയുഗത്തെ തന്നെയാണ് നമ്മൾ കൃതയുഗം എന്ന് പറയുന്നത്. ആ യുഗത്തില് ഒരുപാട് ശ്രേയസ് കിട്ടും തപസ് കൊണ്ട്. യുഗം മാറുന്തോറും ജനങ്ങൾക്ക് തപസ്സിലും ധർമ്മത്തിലും ഒക്കെ ശ്രദ്ധ കുറഞ്ഞു വരികയാണ്. കൃതയുഗം കഴിഞ്ഞ്, ത്രേതായുഗം കഴിഞ്ഞ്, ദ്വാപരയുഗം കഴിഞ്ഞ്, കലിയുഗം കഴിഞ്ഞ് ആവുമ്പോഴേക്കും തപസ്സോ ജപിക്കുന്നോ നിനക്കെന്താ വട്ടാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരായി. അത് യുഗത്തിന്റെ കുഴപ്പമാണ്. സത്യയുഗത്തിൽ ഒരുപാട് ആളുകൾ തപസ് ചെയ്യും. അപ്പോ ഒരു 100 ആൾക്കാർ സത്യയുഗത്തിൽ തപസ് ചെയ്യുന്നു എന്ന് കരുതാം. നേരെ ത്രേതായുഗത്തിൽ വരുമ്പോ അത് 50 ആൾക്കാരായി. ദ്വാപരയുഗത്തിൽ വരുമ്പോ എത്രയായി? അതൊരു 25 ആൾക്കാരായി. കലിയുഗത്തിൽ വരുമ്പോഴോ ഒരു 10 പേരായി. അതിൽ 5 പേര് ഹൃദയം കൊണ്ട് തപസ് ചെയ്യും, ബാക്കി 5 പേര് പ്രഹസനമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? യുഗം മാറുന്തോറും മനുഷ്യരുടെ എന്ത് മാറുന്നു? സ്വഭാവം മാറുന്നു, രീതികൾ മാറുന്നു, ഭഗവാനോടുള്ള ഒരു ആത്മബന്ധത്തിൽ കുറവ് സംഭവിക്കുന്നു, ശ്രദ്ധ കുറഞ്ഞു വരുന്നു. ഒരിക്കലും അത് പാടില്ല. കാലത്തിലാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത്, അല്ലെ? കാലം, ഓരോ കാലം കഴിയും തോറും ലോകത്തിന് ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ചെറുപ്പകാലങ്ങളിലൊന്നും മൊബൈലില്ല. അപ്പൊ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കല്യാണം വരുമ്പോ പോലും പരസ്പരം എത്ര ദൂരത്തിലാണെങ്കിലും ചെന്ന് കണ്ട് വിശേഷങ്ങൾ പറഞ്ഞു വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നോ ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഇൻവിറ്റേഷൻ, അതിലൊരു ഗൂഗിൾ പേയുടെ സ്കാനറുണ്ട്. വരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും വേണ്ട വന്നാ മതി എന്ന് പറയും. പക്ഷെ ഗൂഗിൾ പേയുടെ സ്കാനർ വെക്കാൻ മറക്കൂല. ഇനി വന്നില്ലെങ്കിലോ അന്വേഷിക്കില്ല. അവര് വന്നില്ല, ഇനി അവരുടെ കാര്യത്തിന് നമ്മളും പോണ്ട. പക്ഷെ മുൻകാലങ്ങളിൽ എന്താ, അയ്യോ കല്യാണത്തിന് വന്നില്ലല്ലോ, അപ്പൊ എന്തോ വയ്യായിക ഉണ്ടോ, ഒന്ന് അത്രടം വരെ പോയിട്ട് വരൂ. ആ ഒരു ബന്ധത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു ഇല്ലേ? ആ ഒരു ബന്ധത്തിന് അടിസ്ഥാനമുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ അന്വേഷിക്കണം എന്നൊരു ബോധമുണ്ടായിരുന്നു. ഇന്നത്തെ കാലം കണ്ടില്ലേ വന്നില്ലേ, നമ്മളും അവരുടെ കാര്യത്തിന് പോണ്ട. ആ ബന്ധം അവിടെ കട്ട് ചെയ്യാൻ വളരെ ഈസി ആയി മാറി. ഇതാണ് കാലത്തിന്റെ കുഴപ്പം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ കാലത്തിൽ അത് ലയിക്കുകയും ചെയ്യണം. ഓരോന്നിങ്ങനെ ഇങ്ങനെ 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 പോയിക്കൊണ്ടേയിരിക്കുകയാണ് കാലത്തിൽ. ഓരോ കാലം മാറും തോറും ഇങ്ങനെ ആളുകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ബന്ധങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഊഷ്മളതയും പോയി. ആർക്കും ആരോടും ഒരു ബന്ധമില്ല, സ്നേഹമില്ല, ആത്മാർത്ഥതയില്ല, കരുണയില്ല. എല്ലാരും എന്തിൻ്റെയൊക്കെയോ പിന്നാലെ ഓടുകയാണ്. ഓടി 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 അവസാനം ഈ ഓടി ഉണ്ടാക്കിയതെല്ലാം ഇവിടെ ഇട്ടിട്ട് അവരവരെ വഴിക്ക് പോവാണ്. സാക്ഷാൽ ടാറ്റ പോലും, രത്തൻ ടാറ്റ പോലും ഉണ്ടാക്കിയതെല്ലാം ഇവിടെ വെച്ചിട്ടാ പോയത്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും കൊണ്ടുപോയോ അദ്ദേഹം? ഒന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ QR കോഡ് വെക്കാറുണ്ട്. ഒന്നും കൊണ്ടുപോയിട്ടില്ല. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കേണ്ടത് എവിടെയാണ്? ആലോചിച്ച് നോക്കിയിട്ട് പറയും. നല്ല ഉത്തരം തരും. ആലോചിച്ച് നോക്കിയിട്ട് ആരാ ആദ്യം പറയാൻ നോക്കുക. നമ്മൾ എവിടെ ജീവിക്കണം? ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ എവിടെയാ ജീവിക്കേണ്ടത്? നമ്മൾ എവിടെയാ ജീവിക്കേണ്ടത്? നമ്മള് മറ്റുള്ളവരുടെ ഹൃദയത്തിലാണ് ജീവിക്കേണ്ടത്, അല്ലെ? ഇന്നിൽ ജീവിക്കണം, പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കണം. ആ ജീവിതത്തിന് ഒരു സ്ഥിരതയുണ്ട്. ഇല്ലാന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മള് പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. നമ്മളെ മോഹൻലാല് തിരിച്ചറിയണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. 10-100 പേരുടെ ഇടയിൽ നിന്ന് ലാലേട്ടൻ വന്നിട്ട് ഉഷാനിൽ എന്താ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളങ്ങ് പൊങ്ങിപ്പോണം. അയ്യോ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് എന്നെ തിരിച്ചറിഞ്ഞു, അതും ലാലേട്ടൻ, ഭയങ്കര സംഭവമായി അല്ലെ? പക്ഷേ തെരുവിൽ കിടക്കുന്ന ഒരു വ്യക്തി അമ്മ എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ കൈ കൂക്കുമ്പോ അതിനൊരു റിയാലിറ്റി ഉണ്ട്. ആലോചിച്ചു. അവര് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഈശ്വരീയത എന്ന് പറയുന്നത്. കാരണം എന്താ? അവരെങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാ? അവരുടെ ഒരു നേരത്തെ അവരുടെ വിശപ്പ് മാറ്റിയത് വഴി. കാരണം വിശക്കുന്നവനെ ഭക്ഷണത്തിന്റെ വില അറിയും. ആലോചിച്ചു. നമ്മളെ മഞ്ജരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. നമുക്ക് കൊട്ടാര അരമന മുകളിൽ ഭക്ഷണം വിളമ്പാൻ നമ്മൾ പോകാറില്ല. നമ്മൾ തെരുവിൽ ഭക്ഷണം വിളമ്പാനാ പോകുന്നത്. അവര് നമ്മളെ ഓർക്കും. അങ്ങനെ നമ്മളെക്കാൾ താഴെ കിടക്കുന്ന പാവങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാൻ ഒരു അവസരം ഉണ്ടാക്കിയെടുത്താൽ അവിടെയാണ് ഈശ്വര കൃപ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നമ്മൾ പോവില്ല, ഒരിക്കലും പോവില്ല. 100 വട്ടം നമ്മുടെ മൊബൈൽ നമ്പർ എഴുതി കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ടവര് പോലും എന്താണ് മൊബൈൽ നമ്പർ, അയ്യോ ഫോൺ മാറ്റിയപ്പോ നമ്പർ പോയി ക്ഷമിക്കണം അല്ലെ, ഫോൺ മാറിയപ്പോ നമ്പർ ഇല്ല, പിന്നെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയും. ഒരു നേരത്തെ ഭക്ഷണം ഒരു പാവപ്പെട്ടവന് കൊടുത്തു നോക്ക്, അവൻ ഏതാൾക്കൂട്ടത്തിൽ വെച്ചും നമ്മളെ തിരിച്ചറിയും. ഏതാൾക്കൂട്ടത്തിൽ വെച്ചിട്ടും അവൻ നമ്മളെ ഐഡന്റിഫൈ ചെയ്യും. അവന് മൊബൈൽ നമ്പർ ആവശ്യമില്ല, ഫോട്ടോ ആവശ്യമില്ല, അഡ്രസ് ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അവൻ നമ്മളെ തിരിച്ചറിയും. അതാണ് നമ്മളെ ഭക്ഷണത്തിന്റെ പവർ എന്ന് പറയുന്നത്.
അതാണ് ഈശ്വരന്റെ പവർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതാണ് വേണ്ടത്. പ്രിയപ്പെട്ടവർക്ക് മൊബൈൽ നമ്പർ കൊടുത്താലും ഫോട്ടോ കൊടുത്താൽ പോലും അവന്റെ കയ്യിൽ നമ്മളുണ്ടാവില്ല. പക്ഷേ പാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവന്റെ ഹൃദയത്തിൽ ആണി കൊണ്ട് നമ്മുടെ മുഖം അവൻ വരച്ചു വെക്കും, ഒരിക്കലും മായാത്ത രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഓരോരുത്തരുടെ ഹൃദയത്തിൽ നമ്മൾ ജീവിക്കണം. ഓക്കെ, പിന്നെന്താ പറയുന്നത്? കാലമാണ് ലോകത്തെ മുഴുവൻ യഥാസ്ഥാനം നിലനിർത്തുന്നത്, അല്ലെ? എല്ലാത്തിന്റെയും ദാതാവും വിധാതാവും കാലം തന്നെയാണ്. എല്ലാം നിർണയിക്കുന്നത് കാലമാണ്. കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന ഒരു ചൊല്ലുണ്ട്. കാലത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത പ്രവർത്തികൾക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. ഒരു സംശയമില്ല, കിട്ടിയിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ ചെയ്ത പ്രവർത്തിക്കുള്ളത് നീ വാങ്ങാൻ നീ ഒരുങ്ങിയിരിക്കാനാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ വിചാരിക്കും ഇന്നിപ്പം നമ്മൾ കുറച്ചങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തീർത്തു എന്ന്, അല്ലെ? ഇത് 10 മടങ്ങായി നിനക്ക് തിരിച്ചു വരാൻ നീ കാത്തിരിക്കണം. കാത്തിരുന്നേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് കർമ്മം എന്ന് പറയുന്നത്. ഈ കർമ്മം വാങ്ങാൻ നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യരുത്. നമ്മളെ പറയുന്നവർക്ക് മുമ്പിൽ പോലും നമ്മൾ തലതാഴ്ത്തി നിന്നു കൊടുത്താൽ ഈശ്വരന്റെ പുസ്തകത്തിൽ അത് വലിയ അക്ഷരത്തിൽ ഈശ്വരൻ എഴുതി വെക്കും. അത് മതി. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കുക. ഈശ്വരന് വിട്ടുകൊടുക്കാത്തതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവരുത്. ബ്രഹ്മാവ് രാത്രിയുടെ ആരംഭത്തിൽ യോഗനിദ്രയിൽ പ്രവേശിക്കുമ്പോൾ മഹാപ്രളയം ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? ബ്രഹ്മദേവൻ എന്താണ്? ദേവന്മാരുടെ ഒരു വർഷം എന്ന് പറയുന്നത് മനുഷ്യരുടെ 365 വർഷവും, മനുഷ്യരുടെ അങ്ങനെയുള്ള ദേവന്മാരുടെ 4800 വർഷം എന്താണ് മനുഷ്യന്മാരുടെ ഒരു യുഗമാണെന്ന് പഠിച്ചു. അങ്ങനെയുള്ള ദേവന്മാരുടെ 10,000 വർഷമാണ് അവരുടെ ഒരു യുഗം. ഓക്കെ, അങ്ങനെയുള്ള 1000 യുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു പകൽ. ഇത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ പകൽ സമയം ബ്രഹ്മദേവൻ എന്തെയും സൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കും. മായ കൊണ്ട് അദ്ദേഹം ആദ്യം സൃഷ്ടി നടത്തും. അത്രയേ ഉള്ളൂ കിരൺ. നെവർ മൈൻഡ്. നമ്മൾ അതൊക്കെ ഇതിലേ വിട്ടേക്കണം. തിരിഞ്ഞു നോക്കരുത്. മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് ഒരുപാട് ലക്ഷ്യത്തിൽ നമുക്ക് എത്താനുണ്ട്. ഒരു 4 ചുമരുകൾക്കുള്ളിൽ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം. നമ്മൾക്ക് എന്തൊക്കെയോ കുറെ ചെയ്യാനുണ്ട് ഈ ജീവിതത്തിൽ. അത് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ബ്രഹ്മദേവൻ ഇങ്ങനെ പകല് മുഴുവൻ ഇരുന്നിട്ട് ഇങ്ങനെ സൃഷ്ടി നടത്തി. രാത്രിയിൽ അദ്ദേഹം പോയി കിടന്നുറങ്ങിയാൽ മഹാപ്രളയം വരും. കാരണം എന്താ? സൃഷ്ടി നടക്കുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് പ്രീത മാതാജി. അപ്പൊ ബ്രഹ്മദേവൻ രാത്രിയുടെ ആരംഭത്തിൽ, രാത്രി ആയിക്കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ ഉറങ്ങി യോഗനിദ്രയിലായി കഴിഞ്ഞാൽ എന്തായി? മഹാപ്രളയമായി. അങ്ങനെ മഹാപ്രളയമായി കഴിഞ്ഞാൽ അന്ന് 12 സൂര്യന്മാരും 7 അഗ്നികളും ഒന്നിച്ച് കത്തി ജ്വലിക്കാൻ തുടങ്ങുന്ന പറയുന്നത്. ഒരു സൂര്യൻ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അന്ന് 12 സൂര്യന്മാർ, അതായത് 12 മാസമാണ് അവിടെ കാണിക്കുന്നത്. അന്ന് ഈ ബ്രഹ്മദേവൻ യോഗനിദ്രയിൽ പ്രവേശിക്കും. എന്താ ഉണ്ടാവുന്നത്? 12 സൂര്യന്മാരും 7 അഗ്നികളും ഒന്നിച്ച് കത്തി ജ്വലിക്കും. 7 അഗ്നികളും 12 സൂര്യന്മാരും ഒന്നിച്ച് കത്തി ജ്വലിച്ച് പ്രപഞ്ചം മുഴുവൻ അഗ്നിയായി തീരുമ്പോൾ, പ്രപഞ്ചം മുഴുവൻ ഒരു അഗ്നിയായി മാറുമ്പോ അതിൽ ദഹിച്ച് ഭൂമി എന്തായി? ഒരു ആമത്തോട് പോലെയായി മാറും. ആലോചിക്കണം. അതിൽ ദഹിച്ച് പ്രളയമൊക്കെ സംഭവിച്ച് അഗ്നിയൊക്കെ വന്ന് കത്തി തീർന്ന് ഭൂമി കത്തി ജ്വലിച്ച് ഒരു ആമയുടെ തോട് പോലെ ഇങ്ങനെ ഇരിക്കും ഭൂമി. പിന്നെ എന്തുണ്ടാവും? ചൂടുകൊണ്ട് കത്തി ജ്വലിച്ചൊരു ആമത്തോട് പോലെ ആയി തീർന്നാൽ സംവാർത്തക മേഘങ്ങൾ ഭയങ്കരമായി മഴ പെയ്യിച്ച് എല്ലാം ജലമയമാക്കി മാറ്റും. മനസ്സിലായില്ലേ? സംവാർത്ത മേഘങ്ങൾ കത്തി ജ്വലിച്ച് എല്ലാം പര്യവസാനിക്കുമ്പോ സംവാർത്ത മേഘങ്ങൾ ഇങ്ങനെ പെയ്യാൻ തുടങ്ങും. അങ്ങനെ തണുത്തിരിക്കും. മഴ പെയ്ത് എല്ലാം തണുത്ത് ജലമയമായി തീരും. ഫുൾ ജലം, ഫുൾ വെള്ളത്തിലായി. അപ്പോൾ പൃഥ്വിയും, അതായത് ഭൂമിയും, ഗന്ധഗുണവും
ഈ ജലത്തിൽ അങ്ങ് ലയിച്ചു പോകും. ആമത്തോട് പോലെയായ ഈ ഭൂമി ഈ ജലത്തിലേക്ക് ലയിച്ചു പോകും. പിന്നെന്താ ഉണ്ടാവണത്? ജലവും എന്തായി? രസഗുണവും അഗ്നിയും രൂപഗുണവും വായുവിലും ലയിക്കും. പഞ്ചഭൂതങ്ങളെല്ലാം കൂടെ പോയി. മനസ്സിലായോ? അപ്പോൾ ഭയങ്കരമായൊരു ശബ്ദം മുഴങ്ങി കേൾക്കും. എല്ലാത്തിലും ലയിച്ചു കഴിഞ്ഞ് ഭൂമിയെല്ലാം പോയി അഗ്നിയും ജലവും എല്ലാം വന്നു കഴിയുമ്പോ, സോറി സർ, I don't know Sanskrit, I don't know Malay. അപ്പൊ എന്തായി? എല്ലാം പോയതിനു ശേഷം ഭയങ്കരമായൊരു ശബ്ദം കേൾക്കും. എല്ലായിടത്തും മുഴങ്ങി കേൾക്കും. ഒന്ന് ആലോചിച്ചു, ഒന്നും ഭൂമിയിൽ ഇല്ലാത്തൊരവസ്ഥ. നമസ്കാരം. പിന്നീട് ആകാശവും ശബ്ദവും മഹത്വത്തിലും അവ്യക്തത്തിലും ലയിച്ചില്ലാതെയാവും. എല്ലാം പോയി. ആകാശവും പോയി, ഭൂമിയും പോയി, എല്ലാം പോയി. അപ്പോൾ ബ്രഹ്മം മാത്രം അവശേഷിക്കും. അതാണ് മഹാപ്രളയം എന്ന് പറയുന്നത്. ആകാശം ഉണ്ടെങ്കിലേ ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ഉള്ളൂ. എല്ലാം പോവും. അവസാനം എന്തായി? ബ്രഹ്മം മാത്രം ഉണ്ടാവും. മനസ്സിലായി? ബ്രഹ്മം മാത്രം അവശേഷിക്കും. ആത്മാവ് പ്രവർത്തനരഹിതമായിരിക്കുന്ന കാലമായിരിക്കും അത്. ആത്മാക്കളൊന്നും പ്രവർത്തിക്കില്ല. ഒരാത്മാവും പ്രവർത്തിക്കില്ല. ഒന്നുമില്ല. ബ്രഹ്മം മാത്രം. സമസ്തവും ബ്രഹ്മത്തിലേക്ക് ലയിക്കും. എല്ലാം ബ്രഹ്മത്തിലേക്ക് ലയിക്കും. ഒരു വലിയൊരു ശബ്ദത്തോടുകൂടി എല്ലാം പൊട്ടി തകർന്ന് തീർന്ന് ആകാശവും ഭൂമിയും പഞ്ചഭൂതങ്ങളും എല്ലാം പോയി എല്ലാം ബ്രഹ്മത്തിലേക്ക് ലയിക്കും. പിന്നീട് എന്തായി? വ്യാസദേവൻ ബ്രാഹ്മണരുടെ കർത്തവ്യത്തെ പറ്റിയാണ് ശുഗൻ ഉപദേശിക്കുന്നത്. വ്യാസദേവൻ ശുഗനോട്, മകനോട് പറഞ്ഞു കൊടുക്കാണ്, ബ്രാഹ്മണർക്ക് കുറച്ച് കർത്തവ്യങ്ങളുണ്ട്. എന്താ കർത്തവ്യങ്ങൾ? എന്താ കടമകൾ? ബ്രാഹ്മണനായിരുന്നാ പോരാ, ചില കടമകളുണ്ട് ബ്രാഹ്മണർക്ക്. എന്താ കടമകള്? ഞാനൊരു ബ്രാഹ്മണനാണ് എന്ന് നമ്മൾ വായിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രാഹ്മണന് കുറച്ച് കടമകളുണ്ട്. എന്താ കടമകള്? ഒരു ബ്രാഹ്മണ ബാലൻ, അതായത് ഒരു ബ്രാഹ്മണ കുട്ടി ഗുരു ശുശ്രൂഷ ചെയ്ത് ഗുരുവിന്റെ അടുത്ത് വസിച്ച് വേദങ്ങളൊക്കെ പഠിച്ച് ഗുരുവിന് ദക്ഷിണ നൽകി സമാവർത്തനം ചെയ്യണം. മനസ്സിലായില്ലേ? ഒരു ബ്രാഹ്മണ കുട്ടി ഒരിക്കലും എന്താണ്, ഗുരുവിന്റെ അടുത്തുനിന്ന് വേദങ്ങൾ പഠിക്കാതിരിക്കരുത്, പഠിക്കണം. നിശ്ചയമായിട്ടും ഗുരുവിന്റെ അടുത്തുനിന്ന് വേദങ്ങൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച കുട്ടി പഠിച്ചിരിക്കണം. പഠിച്ച് ഗുരുവിന് ദക്ഷിണ നൽകി സമാവർത്തനം ചെയ്യണം. അത് നിർബന്ധമാണ്. ജാതക കർമ്മം മുതൽ സമാവർത്തനം വരെയുള്ള കർമ്മങ്ങൾ വേദജ്ഞനായ ഒരു ഗുരുവിന്റെ കീഴിൽ തന്നെ നമ്മൾ പഠിക്കണം. വെറുതെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടൊന്നും ഒരു മന്ത്രം പോയി ജപിക്കരുത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വരാഹി ദേവിയുടെ മന്ത്രം വരുന്നുണ്ട്. തെറ്റാണ്, ചെയ്യരുത്. ഗുരു ഉപദേശത്തോടു കൂടി മാത്രമേ ഏത് മന്ത്രവും ജപിക്കാൻ പാടുള്ളൂ. ഗുരു ഉപദേശമില്ലാതെ മന്ത്രങ്ങൾ ജപിച്ചാൽ അതിന്റെ നെഗറ്റീവ് എഫക്റ്റ് നമുക്ക് വരും. മനസ്സിലായില്ലേ? അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ മന്ത്രത്തിനും ബീജം, കീലകം, അത് ഇത് കുറെ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കൃത്യമായി ഒരു ഗുരു നമുക്ക് ഉപദേശിച്ചു തരും. അത് നിങ്ങൾ ഇത്ര ആവർത്തി ഉരുവിടണം, അത് ഈ രീതിയിൽ പ്രാർത്ഥിക്കണം, ഈ സമയത്തിനുള്ളിൽ തീർക്കണം. അങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ ഒരു ഗുരുമുഖത്ത് നിന്ന് നമുക്ക് സ്വീകരിക്കാനുണ്ട്. ഗുരു ഉപദേശത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരിക്കലും യൂട്യൂബിനെ ആശ്രയിച്ചുകൊണ്ട്, യൂട്യൂബ് നമ്മുടെ ഗുരു അല്ല, യൂട്യൂബിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഒരു മന്ത്രങ്ങളും എടുത്ത് മുന്നോട്ട് പോകരുത്. ഈ മന്ത്രം ഇത്ര ജപിച്ചാൽ ഇത് കിട്ടും അത് കിട്ടുന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ജപിച്ചിട്ട് കാര്യമില്ല, ഫലം കിട്ടില്ല.
ഫലം കിട്ടും, അത് യൂട്യൂബേഴ്സിന് കിട്ടും, ജപിക്കുന്ന നമുക്ക് കിട്ടൂല. ഗുരുമുഖം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുമുഖത്ത് നിന്ന് ഒരു ഗുരു എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലെ. സമാവർത്തനം കഴിഞ്ഞിട്ട് ഗുരുവിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ വിധിപ്രകാരം കല്യാണം കഴിച്ച് ഭാര്യനെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്യണം? ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. എന്നിട്ട് കുട്ടികൾക്ക് ജന്മം നൽകി ലൗകികമായിരിക്കുന്ന ഒരു ജീവിതം നമുക്ക് തുടരാൻ വേണ്ടിയിട്ട് നമുക്ക് അനുവാദം നൽകുന്നുണ്ട്. മനസ്സിലായില്ലേ? സഹസ്രനാമങ്ങൾക്കില്ല മാതാജി, മന്ത്രങ്ങളാണ്. സഹസ്രനാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെയും ദേവിയുടെ ഒക്കെ 1000 നാമങ്ങളാണ്. അത് നമ്മൾ അവരെ പ്രകീർത്തിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. മന്ത്രങ്ങൾക്കാണ്, ചില മന്ത്രങ്ങൾക്ക് നമുക്ക് ഗുരുപദേശം വേണം. അപ്പോ നമുക്ക് എന്തായി? നമുക്ക് നല്ലൊരു ഗാർഹിക ജീവിതം നമുക്ക് നയിക്കാനുള്ള പെർമിഷനായി. അല്ലെങ്കിൽ ഇനി കല്യാണമൊന്നും കഴിക്കേണ്ട, കുട്ടികളൊന്നും വേണ്ട എന്നാണെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് വാനപ്രസ്ഥമോ സന്യാസമോ സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ, നിരവധി ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമ്മുടെ ഇഷ്ടത്തിനുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കരുത്. നമുക്ക് എന്താണോ തോന്നുന്നത് അങ്ങനെ ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. സമൂഹത്തിനൊരു കടമയുണ്ട്, നമ്മുടെ കുടുംബത്തിനോടൊരു കടമയുണ്ട്, നമുക്ക് നമ്മളോടൊരു കടമയുണ്ട്. ഈ കടമയെല്ലാത്തെയും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. തോന്നിയ പോലെ ഈ അഴിച്ചിട്ട കാളയെ പോലെയുള്ള ജീവിതമൊന്നും പാടില്ല. ഞാൻ സമ്പാദിക്കുന്ന കാശ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം എന്ന് പറഞ്ഞാൽ ആ ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കുന്ന ലക്ഷ്മി കുറെ നാൾ കൂടെ നിൽക്കില്ല. അത് ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. അത് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ജീവിതത്തിൽ ഗുരുവിന് വളരെയധികം ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? വിസ്മരിക്കരുത്. ഗുരു ഇല്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് നമ്മുടെ അച്ഛനെ ഗുരുവായി സ്വീകരിക്കാം, അമ്മയെ ഗുരുവായി സ്വീകരിക്കാം. അതല്ല നമുക്ക് എന്താണ്? ഗുരുവിനെ നമുക്കായിട്ട് ഈശ്വരൻ ഒരു ഗുരുവിനെ തരും. മനസ്സിലായില്ല? അപ്പൊ ആ ഗുരുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു മന്ത്രം കിട്ടിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് അയാളുടെ ആവശ്യമില്ല, അങ്ങനെയൊന്നും നിന്ദിക്കാൻ പാടില്ല. നമുക്കൊരു വാക്ക് പറഞ്ഞു തരുന്ന, നല്ല വാക്ക് പറഞ്ഞു തരുന്ന ഏതൊരു വ്യക്തിയും നമ്മുടെ ഗുരുവായിരിക്കും. മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ ഗുരുവായി സ്വീകരിക്കുന്ന നമ്മുടെ ശ്രീല പ്രഭുപാജി, ഗുരു മഹാരാജ്, ഇവരൊക്കെ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങൾ തന്നു. അതുവഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അവരെ എന്നും ബഹുമാനിച്ചും സ്നേഹിച്ചും ആദരവോടുകൂടി പ്രണമിച്ചും നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളിപ്പോ കുറെ മൂലമന്ത്രങ്ങളുടെ ഒക്കെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, കിട്ടിയിട്ട് കാര്യമില്ല. മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് എനിക്ക് പനിയാണ്, ഞാൻ ഈ മരുന്നെടുത്ത് കഴിക്കുന്നു. എനിക്ക് കോൾഡാണ്, ഞാൻ ഈ മരുന്നെടുത്ത് കഴിക്കുന്നു. ഇപ്പൊ പനിയും കോൾഡും ഒക്കെ വിടും. കുറച്ചും കൂടി നമുക്ക് എന്തെങ്കിലും ഒരു വലിയൊരു അസുഖമാണെങ്കിൽ ആ അസുഖം നമ്മൾ ഒരിക്കലും മൊബൈലിൽ നോക്കി യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു അസുഖമാണ്, അപ്പൊ ഞാൻ ആ അസുഖത്തിന് ഇന്ന മരുന്നുകളാണ് അതിന് പ്രിഫർ ചെയ്യുന്നത് മറ്റും നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങി കഴിക്കില്ല. പോട്ടെ, ഒരു ക്യാൻസർ തന്നെ വന്നു എന്ന് കരുതുക, എക്സാമ്പിൾ ആണ് കേട്ടോ, ആർക്കും വരാതിരിക്കട്ടെ. ഒരു ക്യാൻസർ വന്നു, ക്യാൻസറിന് ഒരുപാട് മരുന്നുകളുണ്ട്. അതെല്ലാം തന്നെ എവിടെ ഉണ്ട്? ഗൂഗിളിലുണ്ട്. ഗൂഗിളിൽ നിന്ന് ആ മരുന്ന് എടുത്തിട്ട് നിങ്ങൾ ആരെങ്കിലും പോയിട്ട് അവിടെ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കുമോ? കടയിൽ നിന്ന് കിട്ടുമോ? നമുക്ക് പറയുമ്പോൾ സെയിം മെഡിസിൻ ആയിരിക്കും, പക്ഷെ എന്തുകൊണ്ട് തരുന്നില്ല? എന്തുകൊണ്ട് കഴിക്കാൻ തയ്യാറാവുന്നില്ല? അവിടെ ഒരു ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡോക്ടർ എഴുതി തരുന്ന തുല്യമായിരിക്കുന്ന അളവോടുകൂടിയുള്ള കൃത്യതയോടുകൂടിയുള്ള മരുന്നേ നമ്മൾ കഴിക്കൂ, ആ സമയത്തിനെ നമ്മൾ കഴിക്കൂ. അദ്ദേഹം ജീവിതത്തിൽ നിന്ന് അപ്പൊ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറയും. ഇന്നെന്ന മരുന്ന് കഴിക്കുമ്പോൾ ഇത് ഇന്നെന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയില്ലേ? അതെല്ലാം അവോയ്ഡ് ചെയ്താലാണ് നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കുക എന്ന് പറയും. ഇതെല്ലാം തന്നെ കൃത്യമായി ഗൂഗിളിലുണ്ട്. എന്തുകൊണ്ടപ്പോ ഗൂഗിളിൽ നിന്ന് മരുന്നെടുക്കുന്നില്ല? എന്തിനാ ഈ ഹോസ്പിറ്റൽ വരെ പോകുന്നത്? സിംപ്ലി തിങ്ക് ചെയ്ത് നോക്കൂ. എന്തിനാ ഹോസ്പിറ്റൽ വരെ പോകാനൊരു ചെലവ്,
അല്ലേ? വണ്ടി പിടിച്ച് അവിടെ എത്തണം, ഡോക്ടർക്ക് ഒരു ഫീസ് കൊടുക്കണം, മണിക്കൂറുകളോളം കാത്തു നിൽക്കണം, അതും അതിന് റിസപ്ഷനിൽ ഒരു ഫീസ് കൊടുക്കണം, എന്നിട്ട് ആ മരുന്ന് വാങ്ങാൻ ഒരു കടയിൽ ചെന്ന് അവിടെ ഇല്ലെങ്കിൽ അടുത്ത കട തേടിപ്പോണ എല്ലാ എക്സ്പെൻസ്. ഒന്ന് വീട്ടിൽ എത്തുമ്പോഴത്തേക്കും രൂപ 2000 പോയി. എന്തിനാ അത്രയും കഷ്ടപ്പെടുന്നത്? ഗൂഗിളിൽ നിന്ന് മെഡിസിൻ എടുക്കാതെ അങ്ങനെ തന്നെ ഓപ്പൺ മെഡിസിൻസിൽ കൊണ്ടുപോയി കോപ്പി ചെയ്തിട്ടാൽ അവർ അഡ്രസ്സ് കൊടുത്താൽ വീട്ടിൽ എത്തിക്കില്ലേ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല നമ്മള്? എന്തുകൊണ്ട് ഡോക്ടറെ കണ്ട് നമ്മൾ അത് കൺഫേം ചെയ്ത് ഡോക്ടറിന്റെ അടുത്തുനിന്ന് പ്രിസ്ക്രിപ്ഷനായിട്ട് മരുന്ന് കഴിക്കുന്നു? ഇതേപോലെയാണ് ഒരു ഗുരു എന്ന് പറയുന്നത് ജീവിതത്തിൽ. ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി ജപിക്കുന്ന മന്ത്രത്തിന് ഫലസിദ്ധിയുണ്ട്, അല്ലെങ്കിൽ സമയം വേസ്റ്റ്, അതിന് ഫലസിദ്ധി ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഗുരുവിന്റെ ഗുരുമുഖത്ത് നിന്ന് ഗുരുവിന്റെ ഉപദേശത്തോടു കൂടി വാങ്ങുന്ന മന്ത്രം അതാണ് പെർഫെക്റ്റ്. ആ പെർഫെക്ഷനിൽ ഈശ്വരനുണ്ട്. ഇല്ല എങ്കിൽ ഈശ്വരനില്ല, വെറുതെ വളവള ചൊല്ലി പോവേണ്ടു, സമയനഷ്ടം, അല്ലാണ്ട് അതുകൊണ്ട് യാതൊരുവിധ ക്വാളിറ്റി ഇല്ല. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് മനസാ വാച കർമ്മണ ഒരു ഗുരുവിനെയും നമ്മൾ നിന്ദിക്കരുത്. നമ്മൾക്ക് വരേണ്ട ഗുരു 7 കടലിനപ്പുറത്താണെങ്കിൽ ആ ഗുരുവിനെ നമുക്ക് ഭഗവാൻ കൊണ്ടെത്തരും, ഉറപ്പായിട്ടും കൊണ്ടെത്തരും. ആ ഗുരുവിനും വേണം കുറച്ച് ക്വാളിറ്റീസ്. മനസ്സിലാവുന്നുണ്ട്? എല്ലാ ഡോക്ടേഴ്സും ഒരേപോലെയല്ല. ചില ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി നമ്മൾ എന്താ പറയാ, അയ്യോ ഞാൻ ആ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറെ കാണാൻ ഞാൻ കുറേ കണ്ടതാ, ആ ഡോക്ടർ എഴുതുന്ന മരുന്ന് കഴിച്ചാൽ എനിക്കൊരു സമാധാനം ഇല്ലെന്നേ. പക്ഷെ ഈ ഡോക്ടറിന്റെ അടുത്ത് പോകണമെങ്കിൽ നല്ല കൈപ്പുണ്യാണ്, അദ്ദേഹം വെറുതെ ഒരു മരുന്ന് എഴുതിയാൽ മതി, അതെനിക്ക് എഫക്റ്റാന്ന് പറയും. അതെന്തുകൊണ്ടാ? അവിടെ കൈപ്പുണ്യം എന്നല്ല പറയേണ്ടത്, ക്വാളിറ്റി. അതേപോലെ ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായ ക്വാളിറ്റീസ് ഉണ്ട്. അതെങ്ങനെയാ ക്വാളിറ്റീസ് വരുന്നത്? അവരവരെ ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കണം. സത്യം, ശബരിമലയ്ക്ക് പോകുന്നത് പോലും ഗുരുവിന്റെ നിർദ്ദേശത്തോടെയാണ്. അവരവരുടെ ഗുരുക്കന്മാരെ അനുസരിച്ചു. മനസ്സിലാവുന്നുണ്ട്? ഗുരുക്കന്മാരെന്ന് പറയുന്നത് പരമ്പര ത്രൂ കണക്ട് ആയതാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഗുരു ഉണ്ടാവില്ല. അവരുടെ ഗുരുക്കന്മാരെ അനുസരിച്ചത് കൊണ്ടാണ് അവർക്ക് ആ ക്വാളിറ്റി കിട്ടിയത്. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഗുരുക്കന്മാരുമായിട്ട് വേണം നമ്മൾ കണക്ട് ആവാൻ. ചില സമയങ്ങളിൽ നമ്മൾ ക്വാളിഫൈഡ് അല്ലാത്തവരുമായിട്ട് കണക്ട് ആവും, പക്ഷെ അവരുടെ ആ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് തോന്നിയാൽ നമ്മൾ അവിടെ നിന്ന് സ്കിപ്പ് ആവും. നമ്മൾ നല്ല വഴിയെ പോവുക. അതിനെയാണ് വിശേഷ ബുദ്ധി എന്ന് മഹാഭാരതത്തിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരണം നടത്തിക്കൊണ്ടുവരണം. അനുസരണയോടുകൂടി, ചിട്ടയോടുകൂടി, വൃത്തിയോടുകൂടി, കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കണം. അതർവൈസ് നമ്മുടെ ലൈഫ് വേസ്റ്റ് ആയി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഗൃഹസ്ഥക്ഷേഷ ധർമ്മണാം സർവേഷാം മൂലമുച്യതേ യത്ര പകക്കക്ഷായ ഹി ദാന്താ സർവത്ര സിദ്ധ്യതി. മനസ്സിലാവുന്നുണ്ടോ? ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട്. എല്ലാ ആശ്രമങ്ങൾക്കും മൂലമായിട്ടുള്ളത് എന്താണ്? ഗൃഹസ്ഥാശ്രമം. എല്ലാ ആശ്രമങ്ങൾക്കും മൂലമായിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമമാണ്, കുടുംബ ജീവിതം. അതാണ് എല്ലാത്തിനേക്കാൾ ഉയരത്തില്. ആ കുടുംബ ജീവിതം എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം, അല്ലാതെ കൂടുമ്പോൾ അടിയും പിടിയും ബഹളം ആവരുത്. അത് കുടുംബജീവിതമല്ല, അത് അടിപിടി ജീവിതമാണ്. അത് വേണ്ട. ലൗകിക ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് മനസ്സംയമം സമ്പാദിച്ച ഗൃഹസ്ഥൻ സർവത്ര സിദ്ധനായി തുടരുന്നു എന്ന് പറയുന്നു. എന്താ പറയുന്നത്? ലൗകിക ബന്ധങ്ങളെ എല്ലാം ഉപേക്ഷിച്ച് മനസ്സംയമം സമ്പാദിച്ച ഗൃഹസ്ഥൻ. ലൗകിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് ഈ ലോകത്ത് നമുക്ക് ഒരുപാട് അൺവാണ്ടഡ് കണക്ഷൻസ് ഉണ്ട്. ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് ലഭിച്ച കുടുംബ ബന്ധത്തിൽ നമ്മൾ സ്വസ്ഥമായി ഇരിക്കാൻ പഠിക്കണം. അങ്ങനെ നമ്മൾ സ്വസ്ഥമായി ഇരുന്നിട്ടുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെ നല്ല ജീവിതമാണ്. ആ ജീവിതത്തെക്കാൾ മനോഹരമായ മറ്റൊരു ജീവിതം ഇല്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. 100 കാര്യങ്ങളിലേക്ക് നമ്മൾ പോകരുത്, ഒറ്റ കാര്യത്തിൽ നമ്മൾ നിന്നാൽ മതി. നമുക്ക് ലഭിക്കേണ്ടത് ഈശ്വരൻ നമുക്ക് കൊണ്ടുതരും. അങ്ങനെ നമ്മൾ സ്വസ്ഥമായി ജീവിക്കുന്ന ജീവിതമാണ് നല്ല ജീവിതം. അങ്ങനെ ജീവിക്കുമ്പോൾ എന്തായി? സിദ്ധി ലഭിക്കുന്ന പറയുന്നത്. ഭഗവാൻ നമുക്ക് നന്മ തരുന്ന പറയുന്നത്. ക്ഷമയോടെ സ്നേഹത്തോടെ ജീവിച്ചാൽ നമുക്ക് സിദ്ധി ലഭിക്കും, സിദ്ധനായി മാറും നമ്മൾ.
ഒരു ഗൃഹസ്ഥൻ സന്താനം മൂലം, അതായത് കുട്ടികൾ മൂലം, പിതൃക്കളുടെ കടവും യജ്ഞാതി ബലികർമ്മങ്ങൾ മൂലം ദേവന്മാരുടെ കടവും വേദാധ്യായനം മൂലം ഋഷിമാരുടെ കടവും വീട്ടിയവനാകും. മനസ്സിലായത്? ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ് ഗൃഹസ്ഥൻ എന്ന് പറയുന്നത്. ആ ഗൃഹസ്ഥൻ സന്താനം മൂലം, അതായത് മക്കളെ കൊണ്ട് പിതൃക്കളുടെ കടം വീട്ടും. അതെങ്ങനെയാ മക്കളെ കൊണ്ട് പിതൃക്കളുടെ കടം വീട്ടണേ? മക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മരിച്ചുപോയവർക്ക് നമുക്ക് എന്തായി ബലിയിടാൻ പറ്റും? സന്താന പരമ്പര ഉണ്ടാവും നമുക്ക്, അല്ലെ? സന്തതി പരമ്പരകൾ വരും. അപ്പൊ നമ്മുടെ തലമുറക്ക് ആരാ ബലിയിടുന്നത്? നമ്മളാണ് ഇടുന്നത്. ഇനി നമ്മൾക്ക് ആരാ ബലിയിടുന്നത്? നമ്മുടെ മക്കൾ, അടുത്ത തലമുറ. അപ്പൊ മക്കൾ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരെ നമ്മൾ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിക്കണം. ശപിക്കാൻ പാടില്ല നമ്മുടെ മക്കളെ, ഒരിക്കലും ശപിക്കരുത്, തെറ്റാണ്. മനസ്സിലാവുന്നുണ്ട്? ഒരിക്കലും ശപിക്കരുത്. ചില അച്ഛനമ്മമാര് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ മരിച്ച എന്റെ പട്ടണയ്ക്ക് തീ വയ്ക്കാൻ നീ വരരുത്, അല്ലെങ്കിൽ നിന്റെ കൈ കൊണ്ടൊരു ബലി എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന അച്ഛനമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരറിയണില്ല, അവരാ പറയുന്നത് അവരുടെ പിതൃക്കളുടെ കടം അവർ സ്വയം വാങ്ങി വെക്കുകയാണെന്നുള്ളത്. അവരുടെ പിതൃക്കളുടെ കടം അവർ വാങ്ങി വെക്കുകയാണെന്ന് അവരറിയുന്നില്ല. അല്ലാതെ മക്കളോടല്ല അവർ വാശി തീർക്കുന്നത്, അവരുടെ പിതൃക്കളോടാണ്. അവർക്ക് ബലി കിട്ടാതാവുമ്പോൾ അവരുടെ പിതൃക്കൾ അവരെ ശപിക്കും. ഇങ്ങനെയുള്ള വാക്കുകൾ മക്കളോട് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? മക്കള് തലമുറയെ തന്നെ വെറുത്തു പോകും. പ്രശ്നങ്ങൾ 1000 ഉണ്ടാവും, ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും, 10,000കണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന് ഉപയോഗിക്കേണ്ടത് ഇതുപോലെയുള്ള അർത്ഥം മുറിച്ച വാക്കുകളല്ല. ഈ വാക്കുകൾ കൊണ്ട് സ്വയം വിന വരുത്തി വെക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മക്കൾക്കല്ല വിന വരുന്നത്. നിങ്ങൾക്ക് തന്നെ വിന വരുത്തി വെക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെന്താ പറയുന്നത്? യജ്ഞാതി ബലികർമ്മങ്ങൾ മൂലം ദേവന്മാരുടെ കടം. നമ്മൾ യജ്ഞം ചെയ്യണം, ബലിദാന കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനൊക്കെ ചെയ്യുന്നത് മൂലം ദേവന്മാരുമായിട്ടുള്ളൊരു കടം നമുക്കുണ്ട്. ആ കടവും നമുക്ക് തീരുകയാണ്. വേദാധ്യായനം മൂലം നമ്മൾ വേദങ്ങൾ പഠിക്കുന്നു, നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നു. അങ്ങനെ നമ്മൾ വേദങ്ങളെല്ലാം പഠിക്കുന്നത് മൂലം നമുക്ക് ഋഷിമാരുടെ കടവും നമുക്ക് വീട്ടാൻ പറ്റും. ഇങ്ങനെയെല്ലാം ജീവിച്ചാലാണ് ഒരു ഗൃഹസ്ഥനായി മാറുന്നത്, സിദ്ധനായി മാറുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഗാർഹസ്ഥ്യത്തിന് ശേഷം, അതായത് ഗൃഹജീവിതം കഴിഞ്ഞതിന് ശേഷം വാനപ്രസ്ഥം, പിന്നെ സന്യാസം. ഇതൊരു സാധാരണ ക്രമമാണ്. വാനപ്രസ്ഥം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഏജൊക്കെ ആയി, നമ്മൾ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ, ഒരു 40 വയസ്സിന്റെ മേലോട്ടൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു സംചിത്തത വേണം. 8:30 മുതൽ 10:30 വരെ നമുക്കൊരു സമചിത്തത വേണം നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലാവുണ്ടോ? എന്തേ അവന്തി ഇങ്ങ വാ കണ്ണ, എന്താ അമ്മ അതെടുത്തുക്കോ. ഗുഡ് നൈറ്റ്. കാലയിപ്പ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചൊരു 40 വയസ്സൊക്കെ ആയി കഴിയുമ്പോ നമ്മൾ എന്താ വേണ്ടത്? നമ്മളെ ജീവിതത്തിനൊരു സമചിത്തത വേണം. കുറച്ച് ദേഷ്യവും വാശിയും വെറുപ്പും ഒക്കെ കുറച്ച് ഒരു അടക്കോ ഒതുക്കോ ഒക്കെ വേണം നമ്മുടെ ജീവിതം. തലമുറയ്ക്ക് മാറിക്കൊടുക്കണം നമ്മൾ. എന്നെ ഭരിക്കാൻ നീ ആളായിട്ടില്ല എന്ന തോന്നല് വേണ്ട. അവരെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കണം. കാലം, ഇതാണ് നമ്മൾ മുമ്പേ പഠിച്ച കാലം കണക്ട് ആവുന്നത്. കാലം നമ്മുടെ ജീവിത ഗതിയെ നിയന്ത്രിക്കുന്നു. അത് നമ്മൾ പഠിക്കണം. തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണം എന്നൊരു ചൊല്ലുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കുറച്ച് കഴിയുമ്പം നമ്മളെ മക്കളെ അനുസരിക്കണം, കേൾക്കണം, ബഹുമാനിക്കണം. അങ്ങനെ നമ്മൾ ഒരു സമാധാനപൂർണമായ ജീവിതം നയിക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മുടെ എന്താ പറയാ 8:30 നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ എന്റെ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ഒരു ഇത് പറയാം, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കടയിൽ വീട്ടിലിപ്പോ അമ്മ പറയണ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുത്തോണ്ടാ ഓടുക? പൊതുവെ ആ സമയത്ത് എന്താ എടുത്തോണ്ട് ഓടുക വെച്ചാല്, ഒരു സൈക്കിളിന്റെ ടയർ ഉണ്ടെങ്കിൽ ആ ടയർ ഇങ്ങനെ അടിച്ചടിച്ച് ഉരുട്ടി അത് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പോകും. നമ്മുടെ വണ്ടി അതായിരുന്നു, അല്ലെ? നമ്മൾ അത് ഉരുട്ടിക്കൊണ്ടാണ് നമ്മൾ എവിടെ പോണത്? കടയിൽ ചെല്ലുന്നത്. കടയിൽ ചെന്നിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ഒരു കവറിലാക്കി ആ കവർ ഇവിടെ തൂക്കിയിട്ടിട്ട് തിരിച്ച് ആ ടയർ ഉരുട്ടിക്കൊണ്ട് നമ്മൾ വരും.
എന്നാൽ ഇന്ന് 2024 എന്റെ മോനോടൊരു മോനെ മക്കള് പോയിട്ട് കുറച്ച് സാധനം മേടിച്ചിട്ട് വന്ന് പറഞ്ഞാൽ ഈ ടയറും ഈ വടിയും കൊടുത്താൽ അവനത് ഉപയോഗിക്കുമോ? ഒരിക്കലും ഉപയോഗിക്കില്ല. അവൻ ഉടനെ എന്താ ചെയ്യാ, മമ്മി എന്റെ സൈക്കിൾ ഇങ്ങ് തരും, അല്ലെങ്കിൽ എന്റെ വണ്ടിയുടെ ചാവി ഇങ്ങോട്ട് തരുന്നത്. ചിലപ്പോ ചാവിയും പറ്റൂല, ചിലപ്പോ എന്താ ചെയ്യാം, കാർ എടുത്തോളൂ. ചിലപ്പോ അതുമല്ല, മമ്മിക്ക് എന്താ വേണ്ടത്, എനിക്ക് വാട്സപ്പ് ചെയ്യൂ, അത് നേരെ ഓൺലൈനിൽ ഓർഡർ ചെയ്യും, 2 seconds കൊണ്ട് അത് വീട്ടിലെത്തും. ഇങ്ങനെ കാലം മാറിപ്പോയി, പണ്ടത്തെ ടയറും വടിയൊക്കെ പോയി നമ്മുടെ ഇതേന്ന്. അപ്പൊ കാലത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഇമ്പോർട്ടൻസ് നമ്മുടെ ബന്ധത്തിൽ നമ്മൾ കൊണ്ടുവരണം. മനസ്സിലാവും? പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാലം, ആ കാലം കഴിഞ്ഞു. ഇനി നമ്മൾ ആ കാലവും പറഞ്ഞിട്ട് നമ്മുടെ മക്കളെ പിടിച്ച് വരച്ച വരയില് ഒരു സർക്കിൾ വെച്ച് അതിലങ്ങോട്ട് ഇരുത്താൻ നോക്കിയാൽ നടക്കില്ല. അവരെ ബഹുമാനിക്കാൻ പഠിക്കുക, അവരെ കേൾക്കാൻ പഠിക്കുക. നമ്മൾ നമ്മുടെ കാലം വെച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നിയന്ത്രിക്കരുത്. എന്നാൽ കാലം വളരെ മോശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ മോശമാണെന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞ നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മളെ വീട്ടിലിപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് പുറത്തു പോവാണെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പറയും, ലക്ഷ്മിയെ അമ്പിളി വീട്ടിൽ തനിച്ചാണ് കേട്ടാ, ചേച്ചി വാതിലടച്ചിട്ട് ഇവിടെ വരാൻ പറയൂ എന്ന് പറയും. നമ്മൾ ഡോർ ലോക്ക് ചെയ്ത് ദാ ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് പോയിരുന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിരിക്കും. അവിടുന്ന് ചോറുണ്ണും, അവിടെ കിടന്നുറങ്ങും. അച്ഛനും അമ്മയും വരുമ്പം താഴേന്ന് വിളിക്കും, അമ്പിളി ലക്ഷ്മി മോളെവിടെ എന്ന് ചോദിക്കും. അങ്ങനെ നമ്മളെ വിളിച്ചോണ്ട് പോകും. എന്നാൽ നമുക്ക് ഇന്ന് അത്രയും വിശ്വാസത്തോടു കൂടി നമ്മുടെ മക്കളെ തൊട്ട അയൽപ്പക്കമുള്ള വീട്ടിൽ കൊണ്ട് ചെന്നാക്കാൻ പറ്റാത്ത ഒരു കാലം കൂടിയാണ് ഈ കാലം. അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ താങ്കളോടല്ലേ പറഞ്ഞത് 8:30 8:30 to 10:30 താങ്കൾ കേട്ടില്ല. ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കണം. 3 കൊല്ലമായിട്ട് തുടങ്ങിയ ക്ലാസ് അല്ലേ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചൂടെ? ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് സ്കിപ്പായി പോവില്ലേ? വെരി ബാഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ നമ്മൾ കാലത്തെയും കൂടെ ഭയക്കാൻ ശ്രമിക്കണം. ഒരു പേടി, അതെന്തുകൊണ്ടാണ്? നമ്മുടെ സുരക്ഷിതത്വം. മനസ്സിലായില്ലേ? നമ്മുടെ സുരക്ഷിതത്വത്തെയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണ്? ഇത് കൃതയുഗമല്ല, ത്രേതായുഗമല്ല, ദ്വാപരയുഗമല്ല, കലിയുഗമാണ്. കലിയുഗത്തിൽ പുണ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തോന്നാൻ പാടില്ലാത്തത് തോന്നും, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് വേണം? സാരല്ലേ, സോറി ഒന്നും പറയണ്ട, പൂട്ട്. 8:30 to 10:30. ഓക്കെ, നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. അപ്പൊ അതില് ടൈം വരും, ലിങ്ക് ഒക്കെ വരും, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇടും. ഓക്കെ, തീർച്ചയായിട്ടും സന്ധ്യാനാമത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് പഴയ കാലം മുതൽ ഈ കാലം വരെ ഉണ്ട്. പണ്ട് കാലത്ത് ഞാനൊക്കെ ചെറുതാവുമ്പോ 5 മണിയാകുമ്പോ എന്റെ വീട്ടിൽ തുടങ്ങും, മതി മതി കളിച്ചത്, വാ 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 എന്ന് പറയും. സന്ധ്യയാണ്, രാവുമല്ല പകലുമല്ലാത്തൊരു സമയമാണത്. മനസ്സിലാവുന്നുണ്ടോ? നെഗറ്റീവ്സും പോസിറ്റീവും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന ടൈമാണത്. ഓക്കെ, അപ്പോ നമ്മൾ എന്ത് വേണം? ആ സമയത്ത് നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ശുദ്ധമാക്കി നമ്മൾ ആ സമയം പ്രകൃതി ഒന്ന് ഓർത്താൽ മതി. പ്രകൃതിയുടെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാല്, രാവിലെ ഒരു ഏകദേശം നിങ്ങളൊരു 6 മണിക്ക് എഴുന്നേൽക്കുക. രാവിലെ ആ എഴുന്നേറ്റ് വരുന്ന ഒരു 6 മണി സമയത്ത് നമ്മൾ പ്രകൃതിയിൽ നോക്കുകയാണെങ്കിൽ ഇരുട്ടുമല്ല വെളിച്ചവുമല്ല. ഇതേ 6 മണി പോലെയാണ് സന്ധ്യാസമയം 6 മണി വരുന്നത്, അല്ലെ? ഇരുട്ടുമല്ല വെളിച്ചവുമല്ല. അപ്പൊ ഈ 2 പ്രതിഭാസങ്ങൾക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈമാണത്. അപ്പൊ ആ 2 സമയത്തും നമ്മൾ എന്ത് ചെയ്യണം? നാമം ജപിക്കണം. ബൈബിളിൽ പോലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? പ്രഭാതത്തിന്റെ താക്കോലും സന്ധ്യയുടെ പൂട്ടുമാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രഭാതം എന്ന് പറയുന്ന രാവിലെ, അതിന്റെ താക്കോൽ, അതായത് ഓപ്പൺ ചെയ്യുന്ന, ഒരു ദിവസം ഓപ്പൺ ചെയ്യുന്നത് പ്രാർത്ഥനയോടെ. സന്ധ്യയുടെ പൂട്ട്, ഈവനിങ് ടൈം, അത് ക്ലോസ് ചെയ്യുന്നത് എന്താണ്? പൂട്ടെന്ന് പറഞ്ഞാൽ താക്കോൽ, കീ, അത് ക്ലോസ് ചെയ്യുന്നത് എന്താണ്? പ്രാർത്ഥനയോടെ. എങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റൂ. നമ്മൾ വിചാരിക്കും പണം കൊണ്ട് നമുക്ക് ജീവിക്കാം, എഡ്യൂക്കേഷൻ കൊണ്ട് ജീവിക്കാം, ശരീരമുണ്ടെങ്കിൽ ജീവിക്കാം. വെറുതെയാണ്. കോടിക്കണക്കിന് രൂപയുണ്ടായാലും ചിലപ്പോ നമുക്ക് മതിയായ ചികിത്സ ഈ ഭൂമിയിൽ ലഭിക്കില്ല. എത്ര വലിയ ആരോഗ്യമുണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്താൻ പറ്റില്ല. എത്ര വലിയ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഒരു പക്ഷേ നമ്മൾ വിചാരിച്ചതൊന്നും കയ്യിൽ കിട്ടില്ല. പക്ഷെ യഥാർത്ഥ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്ക്
നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുൻപേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലെത്തും. അതാണ് ഈശ്വരനുമായിട്ടുള്ള ഒരു ആത്മബന്ധം. ഒരു അദൃശ്യ ശക്തി നമ്മളെ നയിക്കുന്നുണ്ട്. ആ അദൃശ്യ ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയാണ് കലിയുഗത്തിലെ തപസ് എന്ന് പറയുന്നത്. സന്ധ്യാസമയത്ത് നമ്മളെല്ലാം മാറ്റിവെച്ച് കുളിച്ചു വന്ന് ഈശ്വരന് മുമ്പിൽ കൈകൂപ്പി നിന്ന് കണ്ണുകൾ അടച്ചു എല്ലാം മനസ്സിലൊന്ന് മാറ്റിവെച്ചൊന്ന് ധ്യാനിച്ചു നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ. കൃത്യം 91 ഡേയ്സ് നമ്മളത് ചെയ്തു നോക്ക്, നമ്മുടെ ജീവിതം ഉയർന്നുയർന്നു വരുന്നത് കാണാം. എന്തുകൊണ്ടാണ് എത്ര പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടക്കാത്തത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. ഇതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന. കണ്ണുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, മനസ്സിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. എല്ലാം കാണും, എല്ലാം കേൾക്കും. ഇത് പ്രാർത്ഥനയല്ല, ഇത് വായ കൊണ്ടുള്ള ഒരു ആക്ഷൻ മാത്രമാണ്. കണ്ണും മനസ്സും ചിന്തയും വാക്കും പ്രവൃത്തിയും എല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് നമ്മൾ കൈകൾ കൂപ്പി നെഞ്ചോട് ചേർത്ത് വെച്ച് ഹൃദയം കൊണ്ട് മന്ത്രം ജപിച്ചു നോക്കൂ. 1000 മന്ത്രം വേണ്ട, ഒരു മന്ത്രം മതി. ഒരൊറ്റ തവണ ജപിച്ചാൽ മതി, നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ വരും. മനസ്സിലാവുന്നു? ഈ പോസിറ്റീവ് വൈബ്രേഷനാണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത്. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് രാവിലെയും സന്ധ്യയ്ക്കുമാണ്. മനസ്സിലാവുന്നു? രാവിലെയും സന്ധ്യയ്ക്കുമാണ്. ശരിക്കും ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ആലോചിച്ചൊരു കാര്യം, ഇവിടെ നിന്നല്ല, ഞാൻ മൂകാംബികയിൽ ഇരുന്ന സമയത്ത് ആലോചിച്ചൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ ചെറുതാവുന്ന സമയത്ത് സന്ധ്യാനാമം ജപിക്കും. ഒരു വിളക്ക് ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മ വന്നിട്ട് വിളക്ക് കത്തിക്കും. എല്ലാവരും, അതായത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ, ഞാൻ, പിന്നെ എൻ്റെ അച്ഛൻ്റെ ചേട്ടന്മാർ 2 പേര്, അവരുടെ 2 ഭാര്യമാര്, 4 കുട്ടികള്, അച്ഛൻ്റെ അനിയന്മാര്, അവരുടെ കുട്ടികള്, എന്ന് വേണ്ട വലിയൊരു ജോയിന്റ് ഫാമിലി. അച്ഛൻ്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഓൾമോസ്റ്റ് അങ്ങനെ ഒരു ജോയിന്റ് ഫാമിലി. എല്ലാവരും കുളിച്ചു വന്ന് വിളക്കിന്റെ താഴെ ഇരുന്നിട്ട് ഒരു നാമം ജപിക്കുമായിരുന്നു. എന്താണെന്നറിയോ? അദ്രി നിവാസിനി ദേവി മൂകാംബികെ, ആത്മപ്രകാശിനി മൂകാംബികെ, ഉള്ളം തെളിവതിനുള്ളിൽ വാണിടണം ഉള്ള നാളൊക്കെയും മൂകാംബികെ, ഊനം വരുത്തണം രോഗങ്ങൾക്കൊക്കെയും. ഇങ്ങനെ ഒരു നാമം. സീരിയസ്ലി അത്ര കാലങ്ങൾ ജപിച്ചിട്ട് എനിക്കത് മനസ്സിലായിട്ടില്ല. സത്യമാണ് ഞാൻ പറയുന്നത്, ഹൃദയത്തിൽ തൊട്ട് പറയുന്നു. എല്ലാവരും ജപിക്കുന്നു, ഞങ്ങൾ ജപിക്കുന്നു, കുട്ടികൾ എല്ലാവരും ഇരുന്നിട്ട്. അത്ര ഇന്ദീവരാക്ഷണേ ഇന്ദുബിംബാവനെ ഇന്ദുചൂടപ്രിയേ മൂകാംബികേ, ഈരേഴുലഘിനു കാരണഭൂതയായി മേവീടുമംബികേ മൂകാംബികേ. ഇതായിരുന്നു ജപിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ ഓരൊറ്റ ലൈൻ്റെ അർത്ഥം എനിക്ക് ആ സമയങ്ങളിൽ അറിയില്ലായിരുന്നു. കാരണം എന്താ? വായ കൊണ്ട് ജപിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേച്ചിയെ നോക്കി ചിരിക്കും, ഇപ്പുറത്തിരിക്കുന്ന അനിയനെ നോക്കി ചിരിക്കും. അപ്പൊ അച്ഛൻ്റെ അമ്മ ചിരിക്കാതിരുന്ന് ജപിക്കും പിള്ളേരെ എന്ന് പറയും. അപ്പം അച്ഛമ്മയെ നോക്കും, അച്ഛമ്മ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. ഇതായിരുന്നു അന്നത്തെ കളി. കാലങ്ങൾക്കിപ്പുറം അച്ഛമ്മയില്ല, വല്യച്ഛനില്ല, ആ വീടും ഇല്ല. ചേച്ചിമാരും ഏട്ടന്മാരും അനിയന്മാരും അനിയത്തിമാരും ഞാനും അടക്കം ഓരോരോ സ്ഥലങ്ങളിലേക്ക് ചേക്കേറിപ്പോയി. ആ ഞാൻ മൂകാംബികയിൽ ചെന്നിരുന്നിട്ട് 30 ദിവസം ഇരുന്നപ്പം എൻ്റെ ഗൂഗിളിൽ തപ്പുമായിരുന്നു ഈ ശ്ലോകം എവിടെയാണ്, ഈ ശ്ലോകം എവിടെയാണെന്ന് ഫോണിലെ ഗൂഗിളിൽ തപ്പി തേടി കണ്ടുപിടിച്ചു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞാൻ ആ തിരുനടയിലിരുന്ന് അത് ജപിച്ചപ്പം, കണ്ണുകൾ അടച്ച് ജപിച്ചപ്പം, അന്ന് തൂക്കിയിട്ട ആ വിളക്കും എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബ ബന്ധങ്ങളുമാണ് ഞാൻ ഓർത്തത്. എൻ്റെ അച്ഛമ്മ, എൻ്റെ വല്യച്ഛന്മാർ, ഇവരൊക്കെയാണ് ഞാൻ ഓർത്തത്. എത്ര മനോഹരമായിരുന്നു എന്നറിയോ ആ കാലം. ആ കാലത്തിൽ അറിവില്ലാതെ ജപിച്ച ആ നാമങ്ങളുടെ ഓരോ വരിയിലും കോടാനുകോടി അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ആ മൂകാംബിക തിരുനടയിലിരുന്ന് ഞാൻ മനസ്സിലാക്കി. ഇന്ദീവരാക്ഷണേ ഇന്ദുബിംബാവനെ ഇന്ദുചൂടപ്രിയേ മൂകാംബികെ,
ഈരേഴുലകിനു കാരണഭൂതയായി നേവീടും അംബികേ മൂകാംബികേ. ആ അംബികയുടെ നടയിലാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്ന് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു. ആ ഒരു ശ്ലോകം എനിക്ക് തന്നത് എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലുണ്ടായിരുന്നവരാണെന്ന് ഓർത്തപ്പം അവരൊക്കെ എത്ര മാത്രം ഉയർന്ന അവസ്ഥയിലാണെന്ന് ഞാൻ ആലോചിച്ചു. വഴക്ക് കേട്ടിട്ടാണെങ്കിൽ കൂടിയും അമ്മയെ ധ്യാനിക്കാനും അമ്മയെ പ്രകീർത്തിക്കാനും എനിക്ക് അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായില്ലേ ദേവി? അന്ന് ചൊല്ലി ആ നാമങ്ങളല്ലേ ഭഗവതി ഇന്ന് ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിന്നപ്പം എന്നെ ഇവിടെ എത്തിച്ചത് എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു. അപ്പോ സന്ധ്യാനാമത്തിന്റെ വാല്യൂ അത് നമുക്കൊന്നും ഒരു ക്ലാസ്സിൽ പോയിട്ട് 1000 ബ്രഹ്മയുഗങ്ങളിൽ ഇരുന്ന് പറഞ്ഞാലും തീരില്ല. അത്ര ഇമ്പോർട്ടന്റ് ആണ് സന്ധ്യാനാമം. സന്ധ്യാനാമം കൈവിടുന്നവൻ ആരായാലും അവന്റെ ജന്മം വേസ്റ്റ് ആണ്, അട്ടർ വേസ്റ്റ് ആണ് അവന്റെ ജന്മം. ഓരോ സന്ധ്യയും ഓരോ പ്രഭാതവും ഈശ്വരൻ നമുക്ക് നൽകിയ വരദാനമാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഉറങ്ങി തീർക്കരുത്, കളിച്ചു തീർക്കരുത്. അതുപോലൊരു സന്ധ്യയും അതുപോലൊരു പ്രഭാതവും നമുക്കിനി ജീവിതത്തിൽ തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഓരോ സന്ധ്യാസമയവും ഓരോ പ്രഭാതവും ഈശ്വരന് വേണ്ടി നമ്മൾ സമർപ്പിക്കും. ബാക്കി സമയമൊക്കെ നിങ്ങൾ എടുത്തോളൂ, ബാക്കി എല്ലാ സമയവും എടുത്തോളൂ. ആ സന്ധ്യയും പ്രഭാതവും ഈശ്വരന് സമർപ്പിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ്. സീരിയലൊക്കെ റിപ്പീറ്റ് ഉണ്ട്. പ്രൈം ടൈം എന്ന് പറയുന്നത് പോലും 7 മണിയാണ്. സീരിയലിൽ വർക്ക് ചെയ്യുന്ന എനിക്കറിയാം. പ്രൈം ടൈം എന്ന് പറയുന്നത് 7:30 ആണ്, 7:30 ആണ്. ത്രിസന്ധ്യ എന്ന് പറയുന്നത് 6:20 ആണ്. മനസ്സിലായില്ലേ? സമയമുണ്ട്. 10 മിനിറ്റ് ഈശ്വരന് മുമ്പിൽ സ്പെൻഡ് ചെയ്താൽ മതി. 10 മിനിറ്റ്, അത് ഹൃദയം കൊണ്ട്. ഗ്രൂപ്പിലിട്ടരാത്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ഗാർഹസ്ഥ്യത്തിന് ശേഷം വാനപ്രസ്ഥമുണ്ട്, സന്യാസമുണ്ട്, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതൊരു വലിയ ചാപ്റ്ററാണ്. സോ അത് നാളത്തേക്ക് എടുക്കാം, ഇന്ന് വേണ്ട. ഇന്നിപ്പോൾ ടൈം 10:30 ആയി. നിങ്ങളെല്ലാവരും കിടന്നു, എനിക്കും കുറച്ച് പണിയുണ്ട്. ഓക്കെ, അത് ഞാനിട്ട് പീരീഡ്സ് ടൈമിൽ നമുക്ക് നാമം ജപിക്കാം, തെറ്റൊന്നുമില്ല. പക്ഷെ നാവനക്ക് ജപിക്കരുത്, മനസ്സുകൊണ്ട് ജപിക്കും. മനസ്സിലായില്ല? അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ വന്ന എല്ലാവർക്കും ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ക്ലാസ് എടുക്കുന്നത് മനസ്സിലാവുന്നു എന്ന് എൻ്റെ വിശ്വാസം. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ, ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ, ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാവട്ടെ, സാത്വിക ജീവിതം നയിക്കാനാവട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഓക്കെ, നമസ്തേ. ഓം ശ്രീ മാത്രേ നമഃ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശ്വരൻ കി ജയ്. നാളെ കാണാം.